Double your pleasure, double the gun. Our latest addition to the Battlegrounds cache of weapons is a double-barreled pump-action BBS shotgun. Now landing in... Once upon a time, they were my best friends. How I wished they weren't just lifeless plastic toys so I could be one of them and fight like the heroes they are. Since then, I've been constantly searching for what could transform an ordinary person into a hero. To wear something that will change a person from a nobody to a somebody. Finally, I devised Toy Mastery and created armor with a more playful spirit. Some of them are perfect for smashing into the enemy ranks and overpowering them even when outnumbered. Some will grant enhanced marksmanship, bestowing the ability to take down enemies from an incredible distance. While others grant extremely sharp senses to glimpse right into the heart of the enemy and lead the entire team to victory. And I, of course, am fully prepared for any situation on the battlefield. For us, it's but a toy playground.
So, hello guys, welcome back to another live stream of Dark Vengeance Gaming Community. മറ്റൊരു ലൈവ് സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ The Ultimate Scrims-ന്റെ തേർഡ് വീക്കിന്റെ ക്വാളിഫയേഴ്സ് ആണ് നമുക്ക് നടക്കാൻ പോകുന്നത്. സോ നമ്മുടെ ക്വാളിഫയേഴ്സിലുള്ള പ്ലേയേഴ്സ് ആൻഡ് എല്ലാവരും തന്നെ നമ്മുടെ റൂംസിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ മാച്ച് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഓൺ ദ വേ ടു ദ ലോബിയാണ്. സോ നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിലേക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടീം ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ലോട്ട് 5 MRDയുടെ പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. സ്ലോട്ട് 6 ക്വാളിഫോക്സ് സോളോ പ്ലെയർ ആയിട്ടുള്ളൂ. സ്ലോട്ട് 7 കാലിക്കറ്റ് ഇസ്പോർട്സ് ആണ്. സ്ലോട്ട് 8 നമ്മുടെ റെഡാക്സിന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് 9 ഗോസ്റ്റിന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് 10 ഐജിക്സിന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് 11 ജിയുടെ പ്ലേയേഴ്സ് ആണ്. ഗോസ്റ്റ് ലൈറ്റ്സ് സ്ലോട്ട് 11 MCയുടെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് 13 ആരിസിന്റെ പ്ലേയേഴ്സ് ആണ്. 14 IPയുടെ പ്ലേയേഴ്സ് ആണ്. 16 എയർഫോക്സിന്റെ പ്ലേയേഴ്സ്. 17 സ്ലോട്ടിൽ CEO Villa, 18th Fraggers, 19th UAC, and 20th slot Rekex in the 21th slot OMG, 22nd slot GodX1, 23rd slot CMX, 24th slot MGX. So our players are already flight. So നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ് പാത്ത് നോക്കുകയാണെങ്കിൽ കോറി ഗഡ്ക പുച്ചിങ്കി സ്കൂൾ വഴി നേരെ മാൻഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി ഹോട്ട് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് പുച്ചിങ്കി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മുടെ പ്ലേയേഴ്സ് ഓക്കെ, MRD ഫസ്റ്റ് ആര് എൻഗേജ് ആവും. ഓക്കെ, നമ്മുടെ ടീമിനെ പെട്ടാന്നൊക്കെ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ we will keep fight till they start fighting. ഓക്കെ, അപ്പോൾ ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സോ നമ്മുടെ ടീം നമ്പർ 5 ഇതാ ജമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവ് പോയിന്റ് ടേബിൾ ഒരു സൈഡിൽ നിന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നോക്കാം. പോയിന്റ് ടേബിളിലുള്ളത് പോക്സിന്റെ ടീം, അതുപോലെ തന്നെ CMX. അപ്പോൾ നമ്മുടെ കിൽ ഈച്ച് ആൻഡ് എവറി കിൽസിന് നമ്മൾ 5 പോയിന്റ്സ് ആണ് അവാർഡ് ചെയ്യുന്നത്. നമ്മളപ്പോ പോയിന്റഡ് അവാർഡ്സ് അവാർഡ് ചെയ്യുന്ന പോയിന്റ്സ് ലൈവ് ആയിട്ട് നമ്മുടെ ലൈവിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ കീപ് ഓൺ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദി സ്ക്രിം. ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. സോ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ജമ്പ് ആയിട്ടുണ്ട്. സോ MRD അതുപോലെ തന്നെ IP ക്ലോസ് ആണ്, കുറച്ച് അടുത്തായിട്ടാണ് നമ്മുടെ MRD ആൻഡ് IPയുടെ പ്ലേയേഴ്സ് ഉള്ളത്. സോ IP സ്റ്റോമിലേക്ക് പോകാം. IP സ്റ്റോം ഒക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ, നിലത്തോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ ബാക്കിയുള്ള ടീം നോക്കുകയാണെങ്കിൽ പുച്ചിങ്കിൽ ഏകദേശം 3-4 ടീമുകളുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്ലോട്ട് 3 ടീമുകളാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളത്. ടീം നമ്പർ IPയുടെ ടീമും അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ 5 അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ 11 ആണ് തൊട്ടടുത്ത് തന്നെയുള്ളത്. ബാക്കിയുള്ള പ്ലേയേഴ്സിലേക്ക് നമുക്ക് പോകാം. സ്ലോട്ട് നമ്പർ 5 ഓക്കെ, MRDയുടെ പ്ലേയേഴ്സ് ഇവിടെ തൊട്ടടുത്ത് സെറ്റ് ആണ്. അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ 11 വരുന്നതേ ഉള്ളൂ. ജിയുടെ പ്ലേയേഴ്സ് വളരെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ജിയുടെ പ്ലേയേഴ്സ് ഓൺ ദി പാരച്യൂട്ട് എന്ന് തന്നെ പറയാം. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് എനിക്ക് തോന്നുന്നു പുച്ചിങ്കിൽ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ബ്ലഡ് എന്ന് കരുതാൻ നമ്മുടെ ടോട്ടൽ 72 പ്ലേയേഴ്സ് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. OMG, ഓ മൈ ഗോഡ്, OMGയുടെ പ്ലേയേഴ്സ് ആണ് നമുക്ക് പുച്ചിങ്കിലുള്ളത്. അതുപോലെ മറ്റു ടീമുകളിലേക്ക് നോക്കാം. മറ്റു ടീമുകളുള്ളത് കാലിക്കറ്റ് ഇസ്പോർട്സ് ആണ്. തൊട്ടുകൂടെ ഗോസ്റ്റ് TRSന്റെ പ്ലേയേഴ്സ് ഉണ്ട്. സോ പുച്ചിങ്കിൽ ഫസ്റ്റ് ബ്ലഡ് ആരെടുക്കുമെന്ന് നമുക്ക് നോക്കാം. പുച്ചിങ്കിൽ മോനെ OMGക്ക് ഫസ്റ്റ് ബ്ലഡ് എടുത്തിരിക്കുന്നത് കാലിക്കറ്റ് ബോയ് ആണ്. കാലിക്കറ്റ് ബോയുടെ വക വിഷയം കളി ഗൈസ്. അപ്പോൾ കാലിക്കറ്റ് ബോയിലേക്ക് നമുക്ക് പോകാം. കാലിക്കറ്റ് ബോയുടെ വക അവിടെ നോക്ക് എടുത്തിട്ടുണ്ട്. കാലിക്കറ്റ് ബോയ് VSS കൊണ്ടാണ് നോക്ക് എടുത്തിരിക്കുന്നത്. കാലിക്കറ്റ് ഗേൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ വെപ്പൺസ് സെറ്റ് ആക്കുന്നുണ്ട്. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ കുറച്ച് ലോങ് റേഞ്ചിൽ കാണുന്ന തന്നെയായിരിക്കും എപ്പോഴും അടിപൊളി, എപ്പോഴും ഒരേ പോയി. സോ നമ്മുടെ ടീം നമ്പർ 9 TRSന്റെ പ്ലേയേഴ്സ് പുഷ് ചെയ്യുന്നത് നമ്മുടെ കാലിക്കറ്റിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. തൊട്ട് ബാക്കിൽ കുറച്ച് ഹോൾഡ് ചെയ്ത് നമ്മുടെ സ്ലോട്ട് നമ്പർ 11 നിൽക്കുന്നുണ്ട്. മോനെ അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ഇസ്പോർട്സ് കാലിക്കറ്റിന്റെ വൈപ്പർ ആണ് എനിക്കൊന്ന് പുഷ് ചെയ്ത് കളിക്കുന്നത്. കാലിക്കറ്റ് ഗേളിനെ നോക്കൌട്ട് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് വൈപ്പർ കൂടെ നോക്കൌട്ട് ചെയ്യുന്നത്. കാലിക്കറ്റ് ബോയ് നല്ല ഡാമേജ് ആണെങ്കിൽ പോലും സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കാലിക്കറ്റ് ബോയ്. അതുപോലെ കാലിക്കറ്റ് സ്പൈ ഉണ്ട്. ബാക്കി 2 പ്ലേയേഴ്സും എനിക്ക് തോന്നുന്നു അവിടെ നോക്ക് ആൻഡ് വൈബ്ഡ് ആണ്.
തൊട്ട് പിന്നാലെയായിട്ട് കാലിക്കറ്റ് ബോയിയും കൂടെ അവിടെ നോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ TRSന്റെ പ്ലേയേഴ്സ്. ഓക്കെ, കാലിക്കറ്റിന്റെ കംപ്ലീറ്റ് ലൈനപ്പിനെ TRSന്റെ പ്ലേയേഴ്സ് പൊട്ടിച്ച് തീർത്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഇനി അടുത്ത ടീം നമ്പർ 21 ആണ് തൊട്ടടുത്തുള്ള ടീം നമ്പർ 21 പ്ലേയേഴ്സിനെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എൻഗേജ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ പ്ലേയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം നമ്പർ 21 എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിക്കായിട്ട് വരികയായിരിക്കും. പക്ഷേ ഇവിടെ വെൽ എക്യുപ്ഡ് ആയിട്ട് ടീം നമ്പർ 9 ഉണ്ട്. ഓക്കെ, ടീം നമ്പർ OMGയുടെ പ്ലേയേഴ്സ് ആണ് പുഷ് ചെയ്യുന്നത്. സോ OMGയുടെ പ്ലേയേഴ്സിലേക്ക് നോക്കണം. OMG ഫ്യൂരി, OMGയുടെ പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു വെപ്പൺസ് ഒന്നും സെറ്റ് ആയിട്ടില്ല, വന്നോണ്ടിരിക്കുന്നു. സോ TRSന്റെ പ്ലേയേഴ്സ് ഒന്നും നോക്കാൻ നേരെ പുഷ് ചെയ്യുന്നു. TRSന്റെ വക OMG ഫ്യൂരിക്ക് അടിപൊളി സ്പ്രേ. OMG ഫ്യൂരി അവിടെ നോക്കൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോസ്റ്റ് TRS ഒരു സൈഡിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നു. മോനെ ടൂത്ത്ലെസ് TRSന്റെ വക അടിപൊളി സ്പ്രേ. സോ TRSന്റെ പ്ലേയേഴ്സ് മോനെ. അപ്പൊ 17 ടീംസും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. OMGയുടെ ടീമിനെ അവിടെ വൈപ്ഡ് ആണോ? അതെ, OMGയുടെ ടീമിനെ അവിടെ കൺഫേം ചെയ്തിരിക്കുകയാണ് വൈപ്പ്. സോ കൊച്ചിങ്കി കീഴടക്കിയിരിക്കുകയാണ് നമ്മുടെ TRSന്റെ പ്ലേയേഴ്സ് മോനെ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വിഷയം കളി. സോ ബാക്കി ഇനി ഫൈറ്റ് നമുക്ക് ഏറ്റവും ക്ലോസ് കോമ്പാക്റ്റിലായിട്ട് നിൽക്കുന്നത് യാസ്നിയപോളയിലാണ്. യാസ്നിയപോളയിൽ ഷോട്ട് നമ്പർ ലുട്ടാപ്പി ഉണ്ട്. സോ ലുട്ടാപ്പി, അതുപോലെ തന്നെ റെഡക്സിന്റെ പ്ലേയേഴ്സ്, അതുപോലെ ആരീസിന്റെ പ്ലേയേഴ്സ്, ഏകദേശം 3-4 ടീമുകൾ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. സോ ഇവാക്, അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ 3-4 ടീമുകളുണ്ട്. റെഡക്സിന്റെ പ്ലേയേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു. ഓക്കെ, റെഡക്സിന്റെ പ്ലേയേഴ്സ് സെറ്റാണ്. ഇവാക് നോപ്പി. ഓക്കെ, ഇവാക് നോപ്പി ഒരു കില്ല് എടുത്തിട്ടുണ്ട്, ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് നോക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ആരീസിന്റെ പ്ലേയേഴ്സിന്റെ അടുത്താണ് എനിക്കൊന്ന് റെഡക്സിന്റെ പ്ലെയർ ഇത്തിരി കെയർ, സ്പിരിറ്റ് ഹണ്ടർ ഇത്തിരി ലോങ് റേഞ്ചിൽ കളിക്കുന്നുണ്ട്, കെയർ ചെയ്ത് കളിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ സ്ട്രീം കാണുന്ന ഒരു സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ്. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് ബ്ലഡ് എടുത്ത് നമ്മുടെ കേരള എലൈറ്റ്സ്, കേരള സ്പോർട്സ് ആണ്. തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ടീമെല്ലാം കുറച്ച് ബാക്ക് വലിയാണ് നിൽക്കുന്നത്. നമ്മുടെ മാഡിന്റെ പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു ഉള്ളത് ജോർജിയോ പോളിലാണ്. ജോർജിയോ പോളിൽ ഏകദേശം 2 ടീമുകളുണ്ട്. സോ ബാക്കിയുള്ള ടീമുകളൊക്കെ കുറച്ച് ലോങ് ആണ്. സോ പെട്ടെന്നൊരു ഫൈറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫൈറ്റിന് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ടീമുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ. ടോട്ടൽ 17 ടീംസാണ് ഇപ്പോൾ ഉള്ളത്. റെഡക്സിന്റെ ഒരു പ്ലെയർ ഇത്തിരി ലോങ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്. സോ ആരിസ് വേഴ്സസ് മാഡക്സ് എപ്പോ വേണേലും ഉണ്ടാവാൻ പോകുന്ന ഒരു ഫൈറ്റ് ആണ്. സോ വി ആർ വെയിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ബാക്കിയുള്ള ടീമുകളിലേക്ക് പോകാം. നമുക്ക് ലൈവിൽ റിക്വസ്റ്റ് വരുന്ന ടീമുകളൊക്കെ നമ്മൾ ലൈവിൽ തന്നെ കാണിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. സോ കീപ് ഓൺ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ട്രീം. ഈ സ്ട്രീം കാണുന്നവർ ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക. MRD മാസ്ഡ സ്ലോട്ട് 20 ഫോർബിഡൻ സ്പോർട്സ് സ്ലോട്ട് 20ലേക്ക് നമുക്ക് പോകാം. ലൈവിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് സ്ലോട്ട് 20. പിന്നെ ലൈവിൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോയി വേറെ ഒന്നുമില്ല. സ്ലോട്ട് നമ്പർ 20ലേക്ക് പോവാം. സ്ലോട്ട് നമ്പർ 20 അവിടെ റെക്സിന്റെ പ്ലേയേഴ്സ് ആണല്ലേ. റെക്സ് BN. ഓക്കെ, റെക്സിലെ 4 പ്ലേയേഴ്സും എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിങ് ആൻഡ് പക്ക സേഫ് ആണ്. ഓക്കെ, ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫാമിലാണ്. നമ്മുടെ പിള്ളേർ സർവൈവിംഗിലാണ്. സോ പെട്ടെന്ന് ഒരു ഇനിഷ്യേറ്റ് ചെയ്തൊരു ഫൈറ്റ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. സോ ഓക്കെ, അപ്പോൾ ഓക്കെ സോ നമ്മുടെ സ്ലോട്ട് നമ്പർ 20 എനിക്ക് തോന്നുന്നു സേഫ് ആൻഡ് സൗണ്ട് ആണ്. വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിലേക്ക് പോകാം. ബാക്കിയുള്ള ഫൈറ്റ് എനിക്ക് തോന്നുന്നു മാഡിന്റെ എനിക്ക് തോന്നുന്നു ഫൈറ്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ ജോർജിയോ പോളിലാണോ? അതെ, ജോർജിയോ പോളിൽ എനിക്ക് തോന്നുന്നു 2 പ്ലേയേഴ്സ് മാത്രം സ്റ്റാൻഡിങ്. ഓക്കെ, ജോർജിയോ പോളിൽ നിന്ന് മാഡിന്റെ പ്ലേയേഴ്സ് എല്ലാം പോവുകയാണ്. മാഡിന്റെ പ്ലേയേഴ്സ് എല്ലാം സോണിന് ആവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ നേരെ വന്നത് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ റീജിയനിലേക്കാണ്. മാഡിന്റെ പ്ലേയേഴ്സ് ഇവിടെ വന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനിലാണ്. സോ യു ആർ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ്. അതുപോലെ ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സോ അതുപോലെ തന്നെ നമുക്ക് ടീം നമ്പർ 16 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പോളി കമന്ററി മുത്ത്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.
സോ നമുക്ക് ഇവിടെ നോക്ക് എടുത്തിട്ടുണ്ട്. പോക്സിന്റെ ഡെഡ് ട്രിപ്പ് നോക്ക് ആണ്. പോക്സിന്റെ പ്ലേയേഴ്സ് ആണ് ലോങ് റേഞ്ചിൽ നിന്ന് ഒരു നോക്ക് കിട്ടിയത്. ഓക്കെ, ഡെഡ് ട്രിപ്പിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം 16 ആ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ടീം 16ലേക്ക് പോകാം. ടീം 16 ലൈവിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ടീം 16ന്റെ പ്ലേയേഴ്സിലേക്ക് പോകാം. എയർഫോക്സിന്റെ പ്ലേയേഴ്സ് ആണ്. എയർഫോക്സിന്റെ വക വിഷയം കളി ഒക്കെ ലോങ് റേഞ്ചിൽ നിന്ന് സ്കോപ്പിംഗ് ചെയ്ത് ഫിസ്റ്റിന്റെ വക കാർ 98 കൊണ്ട് അടിപൊളി ഒരു ഷോട്ട് പോലെ വിഷയം. സോ വി ആർ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ്. നമ്മുടെ ദ അൾട്ടിമേറ്റ് സ്ക്രിംസിന്റെ ക്വാളിഫയേഴ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ സ്ട്രീം കാണുന്നവർ ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കമന്റുകളൊക്കെ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി സ്ട്രീംസ്. സോ ലോങ് റേഞ്ചിൽ നിന്ന് സ്വാഗ് മിസ്റ്റിക് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവിടുന്ന് നമ്മുടെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ഓക്കെ, ഫോക്സിന്റെ പ്ലേയേഴ്സ് അവിടുന്ന് കുറച്ച് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഫൈറ്റിലേക്ക് പോകാം. യാസ്നിയ പോളിലെ ഫൈറ്റ് മുറുകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് യാസ്നിയ പോളിലേക്ക് പോകാം. ഓക്കെ, അദ്വൈത് അദ്വു, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അതുപോലെ തന്നെ എയർഫോക്സ് ആണ് നമ്മളിപ്പോൾ ലൈവിലുള്ളത്. എയർഫോക്സിന്റെ വക വിഷയം ഫൈറ്റ് ആണ് ഗൈസ്. ബ്രോ ഇത് TUSx ന്യൂ റൂം ക്വാളിഫയർ ആണോ? സിദ്ധാന്ത് നായർ ചോദിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാന്ത് നായർ, യെസ്, ഇത് ദ അൾട്ടിമേറ്റ് സ്ക്രിംസിന്റെ 3rd വീക്ക് ആണ്. MRD മാസ്ഡ്, MRD പൊളിയാണ് ഗൈസ്. സോ MRDക്കും ലൈവിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ സിഒ വില്ലയുടെ പ്ലേയേഴ്സ് അതുപോലെ തന്നെ യാസ്നിയ പോളിൽ ഏകദേശം 3 ടീമുകളാണുള്ളത്. യാസ്നിയ പോളുള്ളത് ടീം നമ്പർ റെഡ്ടെക്സിന്റെ പ്ലേയേഴ്സും അതുപോലെ തന്നെ വാക്കിന്റെ പ്ലേയേഴ്സുമാണ്. സോ നമ്മുടെ MRDയുടെ പ്ലേയേഴ്സ് എവിടെയാണെന്ന് നോക്കാം. MRD ഓഫ് സ്ലോട്ട് നമ്പർ 5 ആണ് MRDയുടെ പ്ലേയേഴ്സ്. MRDയുടെ പ്ലേയേഴ്സ് ഉള്ളത് സ്റ്റേൽബറിലാണ്. സ്റ്റേൽബറിൽ അവർ മാത്രമേ ഉള്ളൂ. സ്റ്റേൽബറിൽ വേറെ ടീമുകളൊന്നും തന്നെ ഇല്ല. സോ മാക്സിമം അവർ തന്നെയാണ് സേഫ് ആൻഡ് സൗണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു അനദർ ഫൈറ്റ്സ്. നമുക്ക് മറ്റു ഫൈറ്റുകളിലേക്ക് പോകാം. എനിക്കൊന്ന് ഇപ്പോൾ ക്ലോസ് ക്യാമ്പാക്കിന് റെഡി ആയിട്ടുള്ള ഒരേ ഒരു ടീം എനിക്കൊന്ന് പോക്സിന്റെ പ്ലേയേഴ്സ് ഒക്കെ അവിടുന്ന് പിൻവലിഞ്ഞ് ഗഡ്കയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈറ്റ് നമുക്ക് യാസ്നിയ പോളയിലാണ് 3 ടീമുകൾ ക്ലോസ് ആയിട്ടുള്ളത്. അതുപോലെ സെവർണിയിൽ എനിക്കൊന്ന് 2 ടീമുകളുണ്ട്. ഐപിയുടെ പ്ലേയേഴ്സ് ഇന്റർപ്രറ്റേഴ്സ്. സോ നമുക്ക് സെവർണിയിലെ ഫൈറ്റിലേക്ക് വരാം. സെവർണിയിലെ ഫൈറ്റ് ഓക്കെ, ഇവന്നോ കോപ്പിയ മോനെ യാസ്നിയ പോളയിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഐപിയുടെ ഫൈറ്റും കൂടെ കാണാം. IP വേഴ്സസ് ഹാരിസ് ആണ് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 13 വേഴ്സസ് സ്ലോട്ട് നമ്പർ 14. ദാറ്റ്സ് ഓക്കെ. സ്പിരിറ്റ് ഹണ്ടർ റെഡക്സിന്റെ ഒരു പ്ലെയറിനെ നോക്കൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡക്സിന്റെ പ്ലെയർ റെഡക്സിലോട് റിവെഞ്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. സോ ഹാരിസിന്റെ പ്ലേയേഴ്സും ഐപിയുടെ പ്ലേയേഴ്സും ഒരേപോലെ സ്റ്റാൻഡിംഗ് ആണ്. ആരും ഫൈറ്റ് എൻഗേജ് ചെയ്യുന്നില്ല. ഹോൾഡിംഗ്, അന്യായ ഹോൾഡിംഗ്, വിഷയം ഹോൾഡിംഗ് എന്നൊക്കെ പറയാം. സോ ഇവാക്ക് എനിക്ക് തോന്നുന്നു യാസ്നിയ പോളയിൽ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാസ്നിയ പോളയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ജസ്റ്റ് പോകുന്നപ്പോൾ തന്നെ അവിടെ ഫൈറ്റ് നടന്നു. ഓക്കെ, ലുട്ടാപ്പി അതുപോലെ തന്നെ ഇവാക്കിന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഹീലായിക്കൊണ്ടിരിക്കുന്നു. ഇവാക്ക് നോക്ക്ഡ് ആണ്. റെഡക്സിന്റെ പ്ലേയേഴ്സ് റെഡക്സ് റോഡ് അതുപോലെ തന്നെ റെഡക്സ് ഏഞ്ചൽസ് ഓക്കെ, കുറച്ച് റെൻഡർ ലാഗ് വന്നു. ഓക്കെ, ഇവാക് നോവോപ്പി കൂടെ സർവൈവ് ആയിരുന്നു. നമുക്ക് റെഡക്സ് ഏഞ്ചൽ നീഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നീഡ് കുക്ക് ചെയ്ത് നീഡ് ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു വൈപ്പ് നടന്നിട്ടുണ്ട്. സോ സ്പിരിറ്റ് ഹണ്ടർ നോക്ക് ഔട്ട് ആയിട്ടുണ്ട്. റെഡക്സ് ഏഞ്ചൽ അതുപോലെ തന്നെ റെഡക്സ് ലോഡ് മാത്രമേ ഉള്ളൂ. റെഡക്സ് ഏഞ്ചലിന്റെ വക ഒരു രക്ഷയില്ലാത്ത സ്പ്രേ, AKM സ്പ്രേ, DP എടുത്ത് തിരിച്ചു വരുന്നു. വീണ്ടും ബാക്ക് ടു ഫൈറ്റ്. ലുട്ടാപ്പിക്ക് അടിപൊളി സ്പ്രേ. ലുട്ടാപ്പി എനിക്ക് തോന്നുന്നു ലുട്ടാപ്പി ഓക്കെ. അപ്പോൾ ഒപ്പോണന്റ് ടീം എനിക്ക് തോന്നുന്നു 3 പ്ലേയേഴ്സും നോക്ക് ഔട്ട് ആണ്. റെഡക്സിലെ 2 പ്ലേയേഴ്സും നോക്ക് ഔട്ട് ആണ്. വെയിൻ മാത്രമേ ബാക്കിയുള്ളൂ. വെയിൻ കയറി പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3rd പാർട്ടി അടിക്കാനായിട്ട് സിഒ വല്ലവരെ ഓക്കെ സൈഡിൽ നിന്ന് റെഡക്സ് ഏഞ്ചൽ അവിടെ ഒരു വൈപ്പ് നടത്തിയിരിക്കുകയാണ്. നമ്മളെ മോനെ അടിപൊളി റെഡക്സിന്റെ പ്ലേയേഴ്സ് അവിടെ ഒരു അടിപൊളി വൈപ്പ് നടത്തിയിട്ടുണ്ട്. സോ ഓക്കെ, മറ്റു ഫൈറ്റ് സ്വാഗിന്റെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. റെഡക്സിന്റെ പ്ലേയേഴ്സ് എല്ലാം ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വാഗിന്റെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ക്ലോസ് റേഞ്ചിലുള്ള ഫൈറ്റ്. ഓക്കെ, നമുക്ക് സെവർണിയിലേക്ക് പോകാം. സെവർണിയിലെ ഫൈറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഒരു സോൺ ട്രാൻസിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോൺ കുറച്ചും കൂടെ ചെറുതായി. സോ ഒരുപാട് ടീമുകൾ സോണിന് അകത്തോട്ട് വരേണ്ട ആവശ്യമുണ്ട്. ബാക്കി എല്ലാ ടീമുകൾ സോണിന് അഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ച് ചുരുക്കം ചില ടീമുകളെ ഉള്ളൂ. സോ IP വേഴ്സസ് ഒരു ഫൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഡെവലപ്പ് എനിക്ക് തോന്നുന്നു ഡെവലപ്പ് ഈസ് ലീഡിംഗ് ദ പാക്ക്. ഡെവലപ്പ് ആണ് എനിക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. സോ ആരിസിന്റെ വക ഒരു സ്പ്രേ. ആരിസ് അവിടെ നോക്ക് എടുത്തിരിക്കുകയാണ്. അർജുനാണ് അവിടെ നോക്ക് എടുത്തിരിക്കുന്നത്. സോ ഇത് ഡേ എത്രയാ ബ്രോ? ഇത് ഡേ അല്ല ബ്രോ, ഇത് ക്വാളിഫയേഴ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എയുടെ ക്വാളിഫയേഴ്സ് ആണ്. സോ IPയുടെ പ്ലേയേഴ്സിന് ആരിസിന്റെ വക അടിപൊളി സ്പ്രേ നോക്കിയാണെങ്കിൽ ആരിസ് വിനുവിനെ നോക്കൌട്ട് ചെയ്ത് IP സോളിന്റെ വക വിഷയം കളി. IP വിക്കി തൊട്ട് പിന്നാലെ സപ്പോർട്ടിനായിട്ട് എത്തിയിട്ടുണ്ട്. കയറുന്നു
ആരിസിന്റെ പ്ലേയേഴ്സിന് സ്പ്രേ കൊടുക്കുന്നു, പക്ഷേ സ്പ്രേ വർക്ക്ഔട്ട് ആയിട്ടില്ല. സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ആരിസിന്റെ പ്ലേയേഴ്സ് കയറി. ഐപിയുടെ പ്ലേസ് ഓക്കെ, ആരിസിന്റെ പ്ലേയേഴ്സ് സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, ആരിസ് വിനുവിന്റെ കിൽ കൺഫേം ആക്കാനുള്ള ശ്രമം. ഐപി വിക്കിയുടെ ആകാം. ഓക്കെ, ഐപി സാം ഓക്കെ, ആരിസിന്റെ പ്ലേയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഐപിയുടെ പ്ലേയേഴ്സ് കയറി വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഐപി സ്റ്റോമിന്റെ അതുപോലെ ഐപി വിക്കിയുടെ വിഷയം കളിയിൽ എന്ന് വെച്ചാൽ കറക്റ്റ് ടൈംലി കളിയിൽ അത്രയും ലൈഫ് കുറവായിട്ട് പോലും ഐപി സ്റ്റോം നല്ല അടിപൊളി സപ്പോർട്ട് വിഷയം കളി കളിച്ചു. ദാറ്റ് വാസ് ടാക്ടിക്കൽ ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ മാഡിന്റെ പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു റോസോക്കിൽ എനിക്ക് തോന്നുന്നു 2 ടീമുകൾ ഉണ്ട്. റോസോക്കിന്റെ അടുത്തുള്ള റൂഞ്ചിലാണെന്ന് തോന്നുന്നു 2 ടീമുകളുള്ളത്. സോ വാട്ട് യു ആർ മിസ്സിംഗ് റൈറ്റ് നൗ ഈസ് ദ സ്കോർ ബോർഡ്. സോ ടോപ്പിൽ നിൽക്കുന്ന TRSന്റെ പ്ലേയേഴ്സ് ആണ് 35 പോയിന്റ്സ് ആയിട്ട്. തൊട്ട് പിന്നാലെ ARന്റെ പ്ലേയേഴ്സ് ഉണ്ട്. തൊട്ട് പിന്നാലെ ടീം റെഡക്സ്, അതിന് തൊട്ട് പിന്നാലെ ഇവാക്കിന്റെ പ്ലേയേഴ്സ്, കാലിക്കറ്റ് സ്പോർട്സിന്റെ പ്ലേയേഴ്സ്. അപ്പോൾ കിൽസിൽ ടോപ്പ് നിൽക്കുന്ന TRSന്റെ പ്ലേയേഴ്സ് ആണ് പിന്നെ വിഷയം കളി. സോ അഗെയിൻ ബാക്ക് ടു ലൈവ്. നമ്മൾ മാഡിന്റെ പ്ലേയേഴ്സ് ഒക്കെ തൊട്ടടുത്ത് ബ്രിഡ്ജിൽ എനിക്ക് തോന്നുന്നു ടീം വരുന്നുണ്ട്. ഒരു ടീം ഫ്രാഗേഴ്സ് വരുന്നുണ്ട്. ഫ്രാഗേഴ്സിന്റെ മെയിൻ ടാക്ടിക്കൽ മൂവ്മെന്റ് ഫ്രാഗ് ആയിരിക്കും എന്ന് തന്നെ കരുതാം. അടിപൊളി നേടിങ് ആയിരിക്കും. ഒക്കെ തൊട്ടടുത്തോടെ പോയി യാതൊരു റെസ്പോൺസും ടീം നമ്പർ 25 ചെയ്യുന്നുണ്ടായിട്ടില്ല. സോ ഫ്രാഗേഴ്സ് ഡ്രോപ്പ് ലക്ഷ്യമാക്കി പോവുകയാണ്. നമുക്ക് മുന്നിൽ ഡ്രോപ്പ് വരുന്നുണ്ട്. നമുക്ക് അവർക്ക് മുന്നേ ഡ്രോപ്പിലേക്ക് എത്താം. റോസോക്കിൽ മാഡ്ചാർലിയുടെ പ്ലേയേഴ്സ് ഓക്കെ ബോക്സിന്റെ പ്ലേയേഴ്സ് ഇപ്പോഴാണ് ആ ഫൈറ്റ് എൻഗേജ് ചെയ്യുന്നത്. നമ്മൾ ഡ്രോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഡ്രോപ്പിൽ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പിൽ എന്താണ് ഓക്കെ ഒരു സ്മോക്ക്. ഓക്കെ, ആ ഡ്രോപ്പിൽ എന്താണ് ഞാൻ നോക്കുന്നതിന് മുന്നേ M249 ആണുള്ളത്. ഓക്കെ, M249 ആണ്. അതുപോലെ തന്നെ 5.56 ബുള്ളറ്റ്സ്, മിലിറ്ററി വെസ്റ്റ് ലെവൽ 3, അതുപോലെ തന്നെ ഹെൽമെറ്റ്. സോ ഇനി അടുത്ത ഫൈറ്റിന് വേണ്ടി കട്ടൊക്കെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ യാസ്നപ്പോളിൽ. ഒക്കെ എനിക്ക് തോന്നുന്നു CMXന്റെ ലിങ്ക് സോണിന് വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ബേസിലായിരുന്നു. സോ quite awkward. നമ്മുടെ ടീം നമ്പർ 5 യാസ്നപ്പോളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഹിസ് ഡെലിബറേറ്റ്ലി കമ്മിങ് ആസ് എ സോളോ പ്ലെയർ. ഒക്കെ 2 പ്ലേയേഴ്സ് ഉണ്ട്. MRDയുടെ പ്ലേയേഴ്സ് നോക്കിയാണെങ്കിൽ മനേഷി യാസ്നപ്പോളിൽ വന്നു ഇറങ്ങുന്നു. അപ്പോൾ യാസ്നപ്പോളിൽ അടിപൊളി റെൻഡറിങ് നടക്കുകയാണ്. യാസ്നപ്പോളിൽ വിൽ കം ബാക്ക്. ഓക്കെ, യാസ്നപ്പോളിലുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സ് റെഡക്സിന്റെ പ്ലേയേഴ്സ് ആണ്. റെഡക്സ് ഏഞ്ചൽ, അതുപോലെ റെഡക്സ് ലോഡ്, അതുപോലെ തന്നെ സ്പിരിറ്റ് ഹണ്ടർ. തൊട്ടടുത്ത് തന്നെയുള്ള ടീം നമ്പർ 5 ആണ്. നമ്മുടെ MRDയുടെ പ്ലേയേഴ്സ് നമ്മുടെ റെഡക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ഒരു ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ യു ആർ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ് വീക്ക് 3 ക്വാളിഫയേഴ്സ് ആണ്. സോ ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കമന്റിലൂടെ സപ്പോർട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സോ കൈലാസ് കമന്ററി പൊളിമോനെ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. സോ നമ്മുടെ സ്ട്രീം കാണുന്ന ഒരു സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റെഡക്സിന്റെ പ്ലേയേഴ്സ് എനിക്കൊന്ന് സോൺ ആവത്തേക്ക് കുറച്ചും കൂടി ഇന്ത്യൻസ് ആയിട്ട് പോകാൻ ഒക്കെ നേരെ വരുന്നു. MRDയുടെ പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. MRDയുടെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് പുഷ് ചെയ്യാനായിട്ട് റെഡക്സിന്റെ ഏഞ്ചലും സ്പിരിറ്റ് ഹണ്ടറും റെഡക്സ് ലോഡും എത്തിയിട്ടുണ്ട്. സോ ദേ ആർ ഡയറക്ട്ലി പുഷിംഗ്, ഡെലിബറേറ്റ്ലി പുഷിംഗ്. ഓക്കെ, എനിക്കൊന്നു അവരുടെ പൊസിഷൻ MRDയുടെ പൊസിഷൻ ഓൾമോസ്റ്റ് അറിയാം നമ്മുടെ റെഡക്സിന്റെ പിള്ളേർക്ക്. സോ റെഡക്സ് വേഴ്സസ് MRD അവർ 2 അപ്പാർട്ട്മെന്റ്സിലായിട്ട് കവർ എടുത്തിരിക്കുകയാണ്. സോ അപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫൈറ്റ്, ഒരു ലോങ് റേഞ്ച് ഫൈറ്റ്. അതിന്റെ ഇടയ്ക്കുള്ള ഇത്രയും ഗ്യാപ്പിൽ നിന്ന് അടിപൊളി ഫൈറ്റ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഒരു നേട് MRDയുടെ വക ഒരു ഒപ്പീനിയൻ അവിടെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. റൈസൽ 1 2 3 ബാക്കിൽ സപ്പോർട്ടായിട്ട് MRDക്ക് നിൽക്കുന്നുണ്ട്. റെഡക്സ് വേഴ്സസ് MRD. ഓക്കെ, നല്ലൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട് റെഡക്സ് ലൂസിക്ക്. ഓക്കെ, റെഡക്സ് ലൂസി കുറച്ച് പിൻവലിഞ്ഞു ഒരു ഫൈറ്റിന് വേണ്ടി. അടിപൊളി ഒരു നേട് സ്പിരിറ്റ് ഹണ്ടറിന്റെ വക, അടിപൊളി ഒരു നേട്. ആസ് എക്സ്പെക്ടഡ് വലിയ ഡാമേജ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. MRDക്ക് നല്ല നേടുകളുടെ മഴയാണ് പെയ്യുന്നത് ഗൈസ്. MRDയുടെ കയ്യിൽ നിന്ന് തിരിച്ച് എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. MRD ലൂക്കോ P3 സൈഡിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ എപ്പോഴും ബിൽഡിംഗ് കവർ ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ ഫൈറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള ഫൈറ്റുകളിലേക്ക് പോവാം. ഇനിയുള്ള ഫൈറ്റ് എവിടെയാണ് ഉണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നു. IP വേഴ്സസ് FB. ഓക്കെ, നമുക്ക് ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. റെഡക്സ് വേഴ്സസ് ഓക്കെ, തൊട്ടടുത്ത് ഗ്രൗണ്ടിൽ തൊട്ടടുത്തുള്ള റെഡക്സിന്റെ പ്ലേസ് ആണ്. റെഡക്സിന് ഓൾറെഡി ടീം ടോട്ടൽ 4 കിൽസ് ഉണ്ട്. അതുപോലെ MRDക്ക് കിൽസ് ഒന്നും തന്നെ ഇല്ല. സോ ദേ ആർ സ്റ്റാൻഡിങ് ആൻഡ് സർവൈവിംഗ് എന്ന് തന്നെ കരുതാം. സോ MRDയുടെ പ്ലേസിനടുത്ത് അസ്വാൾട്ടിങ് ആണ് നമ്മുടെ റൂംസിലെ മെയിൻ. സോ കിൽ പോയിന്റ്സ് അത്യാവശ്യമാണ്. നമ്മുടെ റൂമിൽ കയറണമെങ്കിൽ, നമ്മുടെ ടോപ്പ് പോയിന്റ് ടേബിൾ ടോപ്പ് ലിസ്റ്റിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിൽ പോയിന്റ്സ് അത്യാവശ്യമാണ്. സോ
അടിപൊളി ഒരു ഒപ്പി നേടി വീണിട്ടുണ്ടായിരുന്നു MRDയുടെ പ്ലെയറിന് വേണ്ടി റെഡക്സ് ഏഞ്ചലിന്റെ ഭാഗത്തുനിന്ന്. സോ എല്ലാവരും മാക്സിമം സർവൈവിങ്ങിന് വേണ്ടി നല്ലോണം ഹോൾഡ് ചെയ്താണ്, നല്ല കവർ പെർഫെക്റ്റ്ലി കവർഡ് ആയിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്. ആരും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യുന്നില്ല. നമുക്ക് അപ്പോൾ സോണിന് വെളിയിലാണ് ഈ അടിപൊളി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ സ്റ്റിൽ ടോപ്പ് ബൈ TRS, തൊട്ടു പിന്നാലെ എയർഫോക്സ് ഉണ്ട്, തൊട്ടു പിന്നാലെ ടീം റെഡക്സ് ഉണ്ട്, IP ഉണ്ട്, ആരിസ് ഉണ്ട്, ഇവാക് ഉണ്ട്. സോ വീണ്ടും ഒരു അടിപൊളി നേട് റെഡക്സിന്റെ ടീമിന് അടിപൊളി നേട് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ നേട് വലിയ ഡാമേജ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ജസ്റ്റ് ഒരു തൂണിന്റെ പിന്നിൽ നിന്നാൽ പോലും നേടിന്റെ ഡാമേജ് ഏൽക്കൂല. സോ ഒരു വാൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ്. So let's see what happens, and Fragos is directly moving towards another drop. മറ്റൊരു ഡ്രോപ്പിലേക്ക് ഫ്രാഗസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഡക്സലിന്റെ പ്ലേയേഴ്സ് എല്ലാവരും സോണിനകത്തേക്ക് മറ്റൊരു OP സോൺ ട്രാൻസിഷൻ. സോൺ ഒരുപാട് ചെറുതായി. സോ ഇപ്പോൾ സർവൈവിംഗ് ആയിട്ട് 14 ടീംസ് ആണുള്ളത്. നമുക്ക് ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫൈറ്റുകൾ ഉണ്ടാവും. സോ റെഡക്സ് ഹോപ്പ് കോപ്പി സോ നമ്മുടെ പ്ലേയേഴ്സ് ഹോൾഡിംഗ് ആണ്. ഫൈറ്റ് ആരും എൻഗേജ് ചെയ്യുന്നില്ല. ഐ ആം മിസ്സിംഗ് എ ഡെലിബറേറ്റ് ഫൈറ്റ്. സോ നമ്മുടെ പോക്സിന്റെ പ്ലേയേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. പോക്സിന്റെ പ്ലേയേഴ്സ് ഉള്ളത് വെഹിക്കിളാണ് ഗൈസ്. സോ ബോക്സിന്റെ ഗൈസ് എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കൊന്ന് സ്കൂൾ ഏരിയയിലോട്ടാണ്. അതുപോലെ തന്നെ കാൽഫോക്സ് ദാറ്റ്സ് ഓൾ പ്ലെയർ ഈസ് റൈറ്റ് ഹിയർ. സ്കൂളിനടുത്ത് നമ്മുടെ ലോങ് റേഞ്ചിൽ നിന്ന് ബോക്സിന്റെ പ്ലേയേഴ്സ് പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കാൽഫോക്സിന് സർവൈവിംഗ് ഭയങ്കര അത്യാവശ്യമാണ്, കാരണം ഈസ് എ ലോൺ സർവൈവർ ഓഫ് ദാറ്റ് ടീം. കാരണം ആകെ ഒരാൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ എല്ലാ ടീമുകളും സോണിനകത്തേക്ക് വരുന്നുണ്ട്. സോ ഫൈറ്റ്, അടിപൊളി ഒരു ഫൈറ്റിന് വേണ്ടി വി ആർ വെയിറ്റിംഗ്. എവിടെ ഫൈറ്റ്? എവിടെ? കമോൺ എവരിവൺ, കയറി അടിക്കുക ഗൈസ്. സോ യുടെ വക അടിപൊളി റെഡക്സിലോട്ട് നോക്കാണ് ഗൈസ്. റെഡക്സിന്റെ പ്ലേയേഴ്സ് കയറി പുഷ് ചെയ്യാണ്. റെഡക്സ് സ്ലോട്ട് നോക്ക്ഡ് ഔട്ട് ആണ്. സോ എനിക്ക് തോന്നുന്നു MRD LUCIOP നോക്ക്ഡ് ഔട്ട് ആണ്. സോ രണ്ട് ടീമിലെ റെഡക്സ് ലോഡ് രണ്ട് ടീമിലെ ഓരോരോ പ്ലേയേഴ്സ് വെച്ച് നോക്ക്ഡ് ഔട്ട് ആണ്. സോൺ വരുന്നുണ്ട്. സോ ട്രാൻസിഷൻ അത്യാവശ്യമാണ്. എല്ലാവരും മാക്സിമം കയറി വരുന്ന പ്ലേയേഴ്സിനെ അടിക്കാനായിട്ട് MRDയുടെ പ്ലേയേഴ്സ് ഈച്ച് ആൻഡ് എവറി ബോൾസ് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. LUCIOPയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ശ്രമം അവിടെ നടക്കുന്നില്ല. റെഡക്സ് സ്ലോട്ട് നോക്ക്ഡ് ഔട്ട് ആണ്. റെഡക്സിന്റെ പ്ലേയേഴ്സ് സോൺ അഡ്വാൻറ്റേജ് ഇല്ല. സോ സോണകത്തേക്ക് പറഞ്ഞ സ്പിരിറ്റ് ഹണ്ടർ ഒക്കെ സ്റ്റെപ്പ് ഇറങ്ങി കൊണ്ടുവരികയാണ്. സ്പിരിറ്റ് ഹണ്ടർ അതുപോലെ തന്നെ റെഡക്സ് ഏഞ്ചൽ. ഓക്കെ സ്പിരിറ്റ് ഹണ്ടർ ഐ ഹോപ്പ് ഹി സ്പോട്ടഡ് ദാറ്റ് പ്ലെയർ. റെഡക്സ് ലോട്ടിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഏഞ്ചൽ വരുന്നുണ്ട്. സോ റൈസൽ ഒരു സ്മോക്ക് ഇട്ട് കവർ എടുക്കുന്നുണ്ട് നമ്മുടെ സ്പിരിറ്റ് ഹണ്ടർ. രണ്ട് സ്മോക്ക് ഇട്ട് കവർ എടുക്കുകയാണ് ഗൈസ്. MRDയുടെ പ്ലേയേഴ്സിനെതിരെ നമ്മുടെ സ്പിരിറ്റ് ഹണ്ടറിന്റെ വക വിഷയം ഗെയിം പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം സ്പിരിറ്റ് ഹണ്ടർ സ്റ്റെൽത്ത് മോഡ് അറ്റാക്ക് ആണ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ MRDയുടെ പ്ലേയർ. കാരണം ജസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് കാണും, ദേ വിൽ ബി കൺഫ്യൂസ്ഡ് എന്നൊക്കെ കരുതുന്നു. MRD OP കയറുന്നു മോനെ. സ്പിരിറ്റ് ഹണ്ടറിന്റെ അടിപൊളി സ്പ്രേ ഒന്നും നടന്നിട്ടില്ല, കാരണം സ്പിരിറ്റ് ഹണ്ടർ പെർഫെക്റ്റ് കവറിലാണ്. സോ ഹോൾഡിംഗ് ആണ്. സ്പിരിറ്റ് ഹണ്ടർ കയറി വരുന്നു. സ്പിരിറ്റ് ഹണ്ടറിന്റെ സപ്പോർട്ട് ആയിട്ട് ടീം റെഡക്സ് ഏഞ്ചൽ വരുന്നുണ്ട് ഗൈസ്. സോ സ്പിരിറ്റ് ഹണ്ടറിലേക്ക് നമുക്ക് പോവാം. സോ പോളി ലിഷോയ് പൗലോസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്ട്രീം. അദ്വൈതായിട്ട് ചോദിക്കുന്നുണ്ട് അടിപൊളി നോക്ക് IP മോനെ സെറ്റ്. IP താങ്ക് യു ബ്രോ. ഓക്കെ സ്ലോട്ട് നമ്പർ 20 ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ. സ്പിരിറ്റ് ഹണ്ടറിന്റെ വക ദാറ്റ് വാസ് ആൻ OP വൈബ്. ഒരു ക്ലച്ച് പ്ലേ ആണ് നമ്മൾ സ്പിരിറ്റ് ഹണ്ടറിന്റെ വക. കോൺഫിഡൻസ് അത് ഡെഫിനറ്റ്ലി അതൊരു രക്ഷയില്ലാത്ത കോൺഫിഡൻസ് ലെവലാണ്. സ്പിരിറ്റ് ഹണ്ടർ നമ്മുടെ ടീമിന് സപ്പോർട്ടായിട്ട് അടിപൊളി ഒരു വൈപ്പാണ് അവിടെ ചെയ്തത്. ദാറ്റ് വാസ് വിഷയം. സോ IGX അതുപോലെ തന്നെ CMX തമ്മിൽ മോനെ സോൺ ട്രാൻസിഷൻ ഒരുപാട് നടന്നു. അപ്പോൾ ഇനി ഒരുപാട് ഫൈറ്റുകൾ നടക്കും. അപ്പോൾ ഫോക്സിന്റെ ടീമും അതുപോലെ മറ്റൊരു ടീമും ക്ലോസ് റേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ CMXും IGXും തമ്മിൽ അവിടെ നെയ്ഡൊക്കെ വെച്ച് അടിപൊളി ഒരു ഒരു മൊളോട്ടേവ് കുക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു മതിലിനപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് IGX വേഴ്സസ് CMX ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ IG സൈക്കോ ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. IG സൈക്കോ കിങ്ങിലേക്ക് പോവാം. IG ഗാർഡിയൻ എല്ലാവരും പുഷ് ചെയ്യാനായിട്ട് റെഡി മോനെ. IG ഗാർഡിയന് ബാക്കപ്പ് കൊടുക്കാനായിട്ട്. സോ IGയുടെ പ്ലേയേഴ്സ് അല്ല എനിക്ക് തോന്നുന്നു CMXന്റെ പ്ലേയേഴ്സിനെ പുഷ് ചെയ്യാനായിട്ട് സെറ്റ് ആണ്. അവിടെ വെഹിക്കിള് നോക്കിയത് വൈപ്പ് ചെയ്തു. സോ ലിങ്ക്സ് ആണ് വൈപ്പ് ആയിട്ടുള്ളത്. സോ നേരത്തെ വീണ നോക്കും അപ്പൊ ലിങ്ക്സിനായിരുന്നു അടിപൊളി ഒരു നേഡിന്റെ നോക്കായിരുന്നു. CMX ഡാവിഡിന്റെ വക IGX സത്യം പറഞ്ഞ ഒരു മതിലിനപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ IGXന്റെ വക ഷാർപ്പനൽ നോക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സപ്പോർട്ടിനായിട്ട് എന്തായാലും പ്ലേയേഴ്സ് ഇറങ്ങുമെന്ന് തന്നെ കരുതാം.
ഡേവിഡ് കൂടെ നോക്കൗട്ട് ഷാഡോ CMX ഷാഡോ മാത്രമാണ് സ്റ്റാൻഡിങ്. 2 പ്ലേയേഴ്സ് 2 സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സപ്പോർട്ട് ആർക്ക് കൊടുക്കുമെന്ന് കൺഫ്യൂഷനിൽ IGX Psycho Kingനെ അവിടെ നോക്കൗട്ട് ആക്കിയിരിക്കുകയാണ്. CMX ഷാഡോയുടെ വക വിഷയം. കവർ ഫയർ പെർഫെക്റ്റ്ലി കവർ. ഓക്കെ IGX ഗാർഡിയനെ മോനെ CMX ഷാഡോന്റെ വക സോളോ വിഷയം കളി. IGXന്റെ ഗാംബ്ലർ വന്ന് തീർത്തിട്ട് പോയി. ആക്ച്വലി CMX ഷാഡോയുടെ വക OP ഗെയിം പ്ലേ. 2 നോക്ക് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. 3 പ്ലേയേഴ്സിന് നോക്കാണ് IGXന്റെ പ്ലേയേഴ്സ് കൊണ്ടകത്തേക്ക് വന്നോണ്ടിരിക്കുന്നത്. സോ നമ്മുടെ അടുത്ത വയറിലേക്ക് നമുക്ക് പോകാം. ഫ്രാങ്കേഴ്സും അതുപോലെ തന്നെ എയർഫോക്സ് നമ്മുടെ റെക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തുനിന്ന് കുറച്ച് മൂവ് ആയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഇപ്പോൾ 11 ടീംസ് ആണുള്ളത്. എയർഫോക്സിന്റെ പ്ലേയേഴ്സ് നേരെ ചെല്ലുന്നത് ഫോക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. ഫോക്സിന്റെ പ്ലേയേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ വന്നിറങ്ങിയിട്ടുണ്ട് നമ്മുടെ എയർഫോക്സിന്റെ പ്ലേയേഴ്സ്. എയർഫോക്സ് ക്വാളിഫോക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ടീം നമ്പർ 6 കൽഫോക്സ് സർവൈവിംഗിനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ചെന്ന് കയറുന്നത് ഫോക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. വൈപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെഡക്സിന്റെ പ്ലേസ് ഓക്കെ ജി വേഴ്സസ് ഗോഡെക്സിൽ അടിപൊളി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സോറി ഗൈസ് ഇറ്റ്സ് മൈ മിസ്ആപ്പ്. ഓക്കെ നമ്മുടെ ജി വേഴ്സസ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വാട്ട് ടു ഡു, ഗോഡെക്സിൽ ജിയുടെ പ്ലേയേഴ്സിനെ ഗൈസ് വൈപ്പ് ചെയ്തു. I hope they wipe G. I think I'm not sure. So IGXന്റെ പ്ലേയേഴ്സ് സോണിന് വെളിയിലാണ്. സോണിനകത്തോട്ട് എത്തേണ്ട ആവശ്യമുണ്ട്. സോണിൽ IGXന്റെ സൈക്കോ കിങ് നോക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം that was a sweet revenge എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ബോക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തുള്ള നമ്മുടെ ചെക്കന്റെ കാര്യം ഒക്കെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. മൂവ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഫ്രാഗേഴ്സ് ഉണ്ട്. ഒരുപാട് ടീമുകൾ തൊട്ടടുത്ത് തന്നെയുണ്ട് ക്ലോസ് റേഞ്ചിൽ. സോ ഇനിയാണ് നമ്മുടെ ഫൈറ്റ്. 11 ടീം ഇൻ ദിസ് ടൈനി സോൺ. ലോങ് റേഞ്ചിൽ നിന്ന് ഫ്രാഗേഴ്സിനാണ് സ്പ്രേ കൊടുത്തത്. ഫ്രാഗേഴ്സിന്റെ തിരിച്ച് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് നോക്കാം. ഫ്രാഗേഴ്സ് ഒക്കെ വെഹിക്കിൾ വന്നിറങ്ങി. ഒക്കെ ഫ്രാഗേഴ്സ് സ്പോട്ട് ചെയ്തു. ഫ്രാഗേഴ്സ് പ്ലേയേഴ്സിനെ വണ്ടിയിൽ പൊക്കിയെടുക്കുകയാണ്. വണ്ടിയിൽ പൊക്കിയെടുത്ത് നേരെ പുഷ് ചെയ്യാൻ പോവുകയാണെന്ന് തന്നെ കരുതാം. ബാക്കിൽ നിന്ന് നല്ല സ്പ്രേ ഉണ്ട്. ഓക്കെ ഇവിടുന്ന് മൂവ് ചെയ്യുന്നത് ഓക്കെ ഫ്രാഗേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു പുഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ എൻ OP പുഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ കീപ് ഓൺ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ട്രീം. ഈ സ്ട്രീം കാണുന്നവർ ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോ എയർഫോക്സ് ഫൈറ്റ് ആൻഡ് ഗോഡെക്സ് സ്പെക്ക് ചെയ്യാം ബ്രോ. ഗോഡെക്സലിനെ സ്പെക്ക് ചെയ്യാം. പിന്നെ ആരെയാ സ്പെക്ക് ചെയ്യുന്നത് ബ്രോ? ഗോഡെക്സലിലേക്ക് പോകാം. ഗോഡെക്സൽ എവിടെ? ഗോഡെക്സൽ ഓക്കെ. നമുക്ക് എയർഫോക്സ് ആണ് ഫസ്റ്റ് കിട്ടിയത്. എയർഫോക്സിന്റെ പ്ലേയേഴ്സ് എല്ലാം തന്നെ സ്റ്റാൻഡിംഗ് ആണ് ബ്രോ. സേഫ് എന്ന് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത് 2 ടീമുകളേ ഉള്ളൂ. ടീം നമ്പർ 11 അതുപോലെ തന്നെ ടീം നമ്പർ 14. ഓക്കെ നിങ്ങൾ ചോദിച്ച ജിയുടെ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഗോഡെക്സലിന്റെ പ്ലേയേഴ്സ് ഇത്തിരി ടോപ്പിലാണ്. ഗോഡെക്സലിന്റെ പ്ലേയേഴ്സ് എല്ലാം വെഹിക്കിൾ എടുത്ത് എനിക്ക് ഒന്ന് പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ അപ്പോൾ അവര് ഫൈറ്റ് എടുക്കുന്നത് ഗോഡെക്സൽ ജിയുടെ പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നില്ല. ഓക്കെ ഗോഡെക്സലിന്റെ പ്ലേയേഴ്സ് എല്ലാം സോണിനകത്തേക്ക് വരുന്നോണ്ടിരിക്കുകയാണ്. മറ്റൊരു സോൺ ട്രാൻസിഷൻ. സോണിന് വെളിയിൽ 3 ടീമുകളാണ്. എയർഫോക്സ് അതുപോലെ തന്നെ എയർഫോക്സ് IPയുടെ പ്ലേയേഴ്സ് ഉണ്ട്. എയർഫോക്സ് IP അതുപോലെ തന്നെ തൊട്ടടുത്ത് ഓക്കെ ടീം നമ്പർ 22 IPയുടെ പ്ലേയേഴ്സിന് നല്ല സ്പ്രേ കൊടുക്കുന്നുണ്ട്. എയർഫോക്സിന്റെ ബോസ് IPയുടെ 2 പ്ലേയേഴ്സിനെ നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. IPയുടെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ IP സ്റ്റോ മാത്രമാണ് സർവൈവിംഗ്. ഹീൽ ചെയ്തു. ഓക്കെ സ്വാഗ് എയർഫോക്സിന്റെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നത്. എയർബോക്സ് നോക്ക് ഔട്ട് ആണ്. ഫോക്സിന് വേണ്ടി അടിപൊളി സ്പ്രേ. ഓക്കെ എയർ ഫിസ്റ്റും കൂടെ നമ്മുടെ നോക്കായി ഗൈസ്. സോ ബാക്ക് നല്ല സ്പ്രേ. എയർഫോക്സിന്റെ ബോസ് പുഷ് ചെയ്യുന്നുണ്ട്. ബോക്സ് നല്ല ലൈഫ് കുറവാണ്. നമ്മുടെ IP സ്റ്റോം സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല. IP സ്റ്റോമിനെയും കൂടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. എയർഫോക്സിനെ നമുക്ക് അടിപൊളി കൈ. എയർഫോക്സ് ഹാസ് വിൻ ദാറ്റ് പ്ലേസ്. ഓക്കെ ജി റിക്കോർഡ് നമ്മൾ കണ്ടു. എനിക്കൊന്ന് സോൺ ഔട്ടിലാണ് നമ്മുടെ മിക്ക പ്ലേയേഴ്സും എയർഫോക്സിന്റെ പ്ലേയേഴ്സ് എല്ലാം വൈപ്പ് ആയിട്ടുള്ളത്. സോ ടോട്ടൽ 7 ടീംസ് ആണ് നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകളൊക്കെ സോണിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചറപ്പറ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എംസിയുടെ പ്ലേയേഴ്സ് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അടിപൊളി പാമ്പുകളിയാണെന്ന് തന്നെ കരുതാം. MCയും FBNും നല്ല അടിപൊളി പാമ്പുകളൊക്കെയാണ്. സോ MCയുടെ ഒരു പ്ലെയർ നോക്ക് ഔട്ട് ആയിട്ടുണ്ട്. MCയുടെ പ്ലെയറിന് സപ്പോർട്ടായിട്ട് MC ജോക്കർ പോകുന്നു. അവിടെ ഒരു വെഹിക്കിൾ പൊട്ടിച്ച് കവർ എടുക്കാനുള്ള ശ്രമത്തിലാണ്. സോ MC ഷാഡോയ്ക്ക് സപ്പോർട്ടായിട്ട് പോകുന്നു. ഓക്കെ MC ഷാഡോയ്ക്ക് ലോങ് റേഞ്ചിൽ നിന്ന് റെഡക്സ് റേഞ്ചിന്റെ വക ഒരു DP ഷോട്ട് മോനെ വിഷയം. സോ കാൽഫോക്സ് സ്റ്റിൽ സർവൈവിംഗിൽ കട്ട സർവൈവിംഗിൽ നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഫ്രാഗേഴ്സ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫ്രാഗേഴ്സ് അതുപോലെ തന്നെ ഗോഡെക്സൽ ആണ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാഗേഴ്സിന്റെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഗോഡെക്സൽ അതുപോലെ തന്നെ ഫ്രാഗേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അടിപൊളിയായിട്ട് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. തൊട്ടടുത്ത് FPന്റെ പ്ലേയേഴ്സ് ഉണ്ട്. സോ ഫ്രാഗേഴ്സിന്റെ എനിക്ക് തോന്നുന്നു ഫ്രാഗേഴ്സിന്റെ പ്ലേയേഴ്സ് പുഷ് ചെയ്യാണ്. ലോഡറെ അടിപൊളി സ്പ്രേ. സ്റ്റിൽ ഫ്രാഗേഴ്സ് എനിക്ക് തോന്നുന്നു സോണിനോക്ക് പോവാണ്. ഓക്കെ ഫ്രാഗേഴ്സിന് സപ്പോർട്ടായിട്ട് നേരെ പുഷ് ചെയ്യുന്നുണ്ട്. ഫോക്സിന്റെ പ്ലേയേഴ്സ് അതുപോലെ തന്നെ ക്വാലിഫോക്സ് സ്ലോട്ട് നമ്പർ 6 പ്ലെയറിന്റെ അടുത്തേക്കാണ്. മാറ്റ് ചാർലി ഓടുന്നുണ്ട്. മാറ്റ് ചാർലിക്ക് അതൊരു പണിയാവും. ഓക്കെ നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങി നേരെ പുഷ് ചെയ്യാനോ. ഓക്കെ സോൺ ട്രാൻസിഷൻ ഒരുപാട് ചെറുതായിട്ടിരിക്കുകയാണ് സോൺ.
സോ ടോട്ടൽ ഏകദേശം ഇത്രയും മിനി സോണിൽ 18 പ്ലേയേഴ്സും അതുപോലെ തന്നെ 6 ടീമുകളുമാണുള്ളത്. വന്നോടനെ തന്നെ ഫ്രാക്കേഴ്സും അവിടെ പാമ്പ് കിടന്നിട്ടുണ്ട്. സോ QUALFOX ഇപ്പോഴാണ് സോണിനകത്തേക്ക് വരുന്നത്. സോ നമ്മുടെ ഫൈറ്റ് റെക്സ്. ഓക്കെ, FBNന്റെ പ്ലേയേഴ്സിന് അടിപൊളി സ്പ്രേ. മോനെ ഇത് ഞാൻ എങ്ങനെ ഈ ഫൈറ്റ് എങ്ങനെ കാണിച്ചു തരുന്നത്? FBN സോൺ അവിടെ നോക്ക് ഔട്ട് ആണ്. FBNന്റെ വക വിഷയം സ്പ്രേ. FBNന്റെ ഒരു പ്ലെയർ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള MGX ഡബിൾ ആണ്. MGX നമ്പർ 24 അടിപൊളി ഒരു നേട് ഇട്ടിട്ടുണ്ട്. റെക്സ് ഓക്കെ, നേട് ചറപ്പറ ഇടുകയാണ്. സോ റെഡ്ടെക്സിന്റെ ടീം അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. റെഡ്ടെക്സിലേക്ക് നമുക്ക് പോവാം. ഓൺ ഗ്രൗണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ ടീമുകളും തന്നെയുണ്ട്. ഫ്രാക്കേഴ്സ് ഉണ്ട്, ഫ്രാക്കേഴ്സിൽ എല്ലാവരും തന്നെ സ്നേഹിക്കാണ്. റെക്സ് ഉണ്ട്, റെക്സ് പ്ലെയർ നോക്കായിട്ടുള്ള പ്ലെയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡ് എക്സൽ നോക്കുകയാണെങ്കിൽ ഗോഡ് എക്സലും സ്നേഹിക്കാണ്. മോനെ ടോട്ടൽ ടീം കിൽസ് 3 kills ആണ് ഗോഡ് എക്സലിന്റെ പ്ലേയേഴ്സിന്. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ ക്ലോസ് കോമ്പാക്ട് എനിക്ക് തോന്നുന്നു. റെഡ്ടെക്സ് ഏഞ്ചൽ ടീം 12 kills ആയിട്ട് ടോപ്പ് തന്നെയുണ്ട്. പക്ഷെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം വൈബ്ഡ് ആയിട്ടുണ്ട്. സോ QUALFOX 1 കില്ലുമായിട്ട് സോളോ 1 സ്റ്റാൻഡിങ് എന്നൊക്കെ തന്നെ പറയാം. സോ നമ്മുടെ പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാണ്. ഓക്കെ, ഫ്രാഗേഴ്സ് OP ആരെയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദി സ്ട്രീം. ഈ സ്ട്രീം കാണുന്ന സ്ട്രീം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ പോയിന്റ് ടേബിളിലേക്ക് കൂടെ ഒന്ന് പോകാം. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ടോപ്പ് എത്തിയിരിക്കുന്ന റെഡ്ടെക്സ് ആണ്. റെഡ്ടെക്സിന്റെ വക വിഷയം കളി 55 കിൽ പോയിന്റ്സുമായിട്ട് ടോപ്പ് നിൽക്കുന്ന റെഡ്ടെക്സ് ആണ്. ബാക്കിയുള്ള ടീമുകളുടെ ടീം പോയിന്റ് ബാക്കി. ഓക്കെ, നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. ഫൈറ്റ് അഗെയിൻ ബാക്ക് ടു ഫൈറ്റ്. സോ ടോട്ടൽ 5 ടീംസ് ആണുള്ളത്. നമ്മുടെ ഒരു സൈഡിൽ FBBന്റെ പ്ലെയറിന് ഫ്രാഗേഴ്സ് OPയുടെ വക അടിപൊളി സ്പ്രേ വരുന്നു. FBBN സാന്റെ വക അടിപൊളി ഒരു നോക്ക്. FBBN സാൻ അവിടെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. നോക്ക് മാത്രമല്ല അവിടെ ഒരു വൈപ്പും കൂടെ നമുക്ക് കരുതാം. ഓക്കെ, അതുപോലെ തന്നെ ടീം റെഡ്ടെക്സ് ഏഞ്ചലിന്റെ വക അടിപൊളി ഒരു ഫൈറ്റ്. റിഡ്ജ് കവറിൽ നിന്ന് അടിപൊളി ഒരു ഫൈറ്റ് റെഡ്ടെക്സ് ഏഞ്ചൽ ഇവിടെ എടുക്കുന്നുണ്ട്. കോക്സലിന്റെ ഒരു പ്ലെയർ നോക്ക് ഔട്ട് ആണ്. മോനെ അടിപൊളി ഒരു നേട് വന്നു. നേട് പക്ഷെ കുറച്ച് ലോങ് ആണ്, വലിയ ഡാമേജ് ഒന്നും കൊടുക്കാൻ വഴിയില്ല. സോ ടോട്ടൽ 5 ടീമുകൾ തമ്മിലാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ FBBന്റെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ FBBന്റെ പ്ലേയേഴ്സും എല്ലാവരും പാമ്പാണ്. അതുപോലെ തന്നെ സ്മോക്ക് ഇട്ട് പുകക്കുകയാണ് FBBN. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് FBBN കവർ എടുത്ത് പോയിച്ചിരിക്കുകയാണ്. സോ ടോട്ടൽ ഇപ്പോൾ 4 ടീംസ് ആണുള്ളത്. ഒരു ടീം വൈബ്ഡ് ആയിട്ടുണ്ട്. സോ FBBN അതുപോലെ തന്നെ റെഡ്ടെക്സ് ഏഞ്ചൽ, പിന്നെ ഏത് ടീമാണ് ഗൈസ്? ഗോഡ് എക്സൽ. അതുപോലെ തന്നെ ഒരു ടീമും കൂടെ ഉണ്ട്. നമ്മുടെ സോളോ പ്ലെയർ ആണെന്ന് തന്നെ കരുതപ്പെടാം. സോ റെഡ്ടെക്സ് ഏഞ്ചലിന്റെ വക വിഷയം കളിച്ചോ. ഓക്കെ, ഗോഡ് എക്സലിന്റെ ഒരു പ്ലെയറും കൂടെ നോക്ക് ഔട്ട് ആണ്. റെഡ്ടെക്സ് ഏഞ്ചലിന്റെ വക അടിപൊളി ഗെയിം പ്ലേ. ഓക്കെ, ആ ഒരു പ്ലെയറിന് നല്ല സ്പ്രേ കൊടുത്തെങ്കിലും ഒരു ഡാമേജ് പോലും വന്നിട്ടില്ല. ഓക്കെ, ദാറ്റ് വാസ് an OP വൈബ്. സോ 2 ടീമും കൂടെ മാത്രമേ ഉള്ളൂ സർവേയിങ്. സോ നമ്മുടെ അടുത്ത സ്ക്രിംസ് 11 മണിക്ക് തന്നെ തുടങ്ങും. സ്മോക്കിൽ നല്ല റാൻഡം സ്പ്രേ കൊടുക്കുന്നുണ്ട് FBBS. ഓക്കെ, റെഡ്ടെക്സ് ഏഞ്ചൽ നല്ല ഡാമേജ് ഒന്നും. റെഡ്ടെക്സ് ഏഞ്ചലിന്റെ 1 man ഷോ ആണെന്ന് കരുതാം. ടോട്ടൽ ടീം കിൽസ് 15 kills ആയിട്ടുണ്ട്. സോ ടോപ്പിൽ നിൽക്കുന്നത് റെഡ്ടെക്സിന്റെ ടീമാണ്. അത് മാത്രമല്ല മോനെ കിൽ പോയിന്റ്സ് വെച്ച് ടോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലേയേഴ്സ്. സോൺ അഡ്വാൻറ്റേജ് ഇല്ല എന്ന് വേണം കരുതാൻ. സോ റെഡ്ടെക്സിന്റെ പ്ലേയേഴ്സിന്റെ അടിപൊളി ഒരു നേടിൽ എനിക്ക് തോന്നുന്നു. ഓക്കെ, അവിടെ ഒരു നല്ലൊരു അടിപൊളി നേടായിരുന്നു. ഓക്കെ, ബാക്കിൽ നിന്ന് ഫൈറ്റ് വന്നു. നമ്മുടെ റെഡ്ടെക്സ് ഏഞ്ചൽ വൈപ്പ് ആയിരിക്കുകയാണ്. സോ ഡിന്നർ അടിച്ചിരിക്കുന്ന ടീം FBN ആണെങ്കിലും ദാറ്റ് വാസ് എ 1 man play by റെഡ്ടെക്സ് ഏഞ്ചൽ. ദാറ്റ് വാസ് an OP game. Thank you bros. Thank you for watching the stream. ഈ സ്ട്രീം കാണുന്ന സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് പൊസിഷൻസ് പറയാം. പൊസിഷൻസിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് FBNന്റെ പ്ലേയേഴ്സ് ആണ്. തൊട്ട് പിന്നാലെ സ്പിരിറ്റ് ഹണ്ടർ. റെഡ്ടെക്സിന്റെ ലൈനപ്പ് ആണ് 3rd പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഗോഡ് എക്സലിന്റെ പ്ലേയേഴ്സ് ആണ് 4th പൊസിഷൻ. QUALFOX സോളോ പ്ലെയർ ആണ് 5th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഫ്രാഗേഴ്സ് ആണ് 6th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. പോക്സിന്റെ പ്ലേയേഴ്സ് ആണ് 7th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. MCയുടെ പ്ലേയേഴ്സ് ആണ് 8th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. എയർഫോഴ്സിന്റെ പ്ലേയേഴ്സ് ആണ് 9th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ജിയുടെ പ്ലേയേഴ്സ് ആണ് 10th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. IP ഇന്റർപ്രൈസ് ആണ് 11th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. IGXന്റെ പ്ലേയേഴ്സ് ആണ് 12th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. CMXന്റെ പ്ലേയേഴ്സ് ആണ് 13th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. സിയുടെ പ്ലേയേഴ്സ് ആണ് 14th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. MRTയുടെ പ്ലേയേഴ്സ് ആണ് 15th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആലിസിന്റെ പ്ലേയേഴ്സ് ആണ് 16th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. വാക്കന്റെ പ്ലേയേഴ്സ് ആണ് 17th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. TRSന്റെ പ്ലേയേഴ്സ് ആണ് തൊട്ട് പിന്നാലെ OMGയുടെ പ്ലേയേഴ്സും ഉണ്ട്. സോ 19th പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് esports ആണ് 20. ഓക്കെ, സോ അപ്പോൾ ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ലൈവ് പോയിന്റ് ടേബിൾ കൂടെ നോക്കാം. പോയിന്റ് ടേബിൾ ഇതാണ്. 70 കിൽ പോയിന്റ്സ് ആയിട്ട് ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ ടീം റെഡ്ടെക്സ് ആണ്. സോ നമ്മുടെ അടുത്ത ക്വാളിഫയേഴ്സ്, അതായത് നമ്മുടെ ദ അൾട്ടിമേറ്റ് സ്ക്രിംസിന്റെ ഗ്രൂപ്പ് ബി ക്വാളിഫയേഴ്സ് നമുക്ക് 11 മണിക്ക് തന്നെ ഉണ്ടാവും. ഈ ലൈവ് കട്ടാകുന്നതല്ല. സോ
keep on watching the ultimate scrims on the Dark Vengeance community live stream. So thank you all for watching the stream. For battle, this is more than just a game. Breaking through the silence. Welcome to Survival Instincts, where we show you 3 different methods of survival. So, you've been playing the safe game for a while and perfected the art of looting, only to have it ripped away before you've even fired off a shot. Come on, Jim. And maybe you've tried hot drops a few times, only to find you're back at the lobby because you're up against players that know how to handle these aggressive situations better than you. Well, Survival Instincts is here to help as we examine hot drops. Let's take a look at a few different ways to handle hot drops, such as when to push, hunker down, or bait the enemy. Let's start with push. Pushing an enemy player requires confidence, but it also requires a solid understanding of your positional advantage in reference to where they are. Grab a gun and act fast for that quick kill. Don't get too hung up on a backpack or supplies. A few seconds can mean the difference between winning a quick battle or running into an unwinnable situation. That was a rough one. Maybe let's try to hunker down this time. Hot drops at popular locations like the arena are incredibly competitive. Your priority will be to find a gun ASAP and deal with any immediate opponents. You'll have to deal with player after player, so be prepared for a few fights. And loot with a swivel on your head, because you just became high-priority targets. Pro tip, maybe res your teammates before charging outside. Let's take a look at how you can use an opponent to bait the rest of their team. If you notice an enemy player has peeled away from his unit, let your squad know and change your drop spot to cut off the enemy player from his team. Guy landed around this warehouse. Let's drop around here and push up on him. Oh yeah, I see him. Copy that. With the player surrounded, get your guns and close in on him. Okay, I see him west side of the warehouse. Push, push, push. Okay, I'm coming. Alright, moving in. Pushing from the east side of the warehouse. Alright, cool. I got eyes on you. He's on the other side of the wall. Throwing a stun grenade. I'm pushing. His team will now likely stop their looting to save their downed teammate. I see a guy. He's pushing towards the hotel. He's a dead man. Knocked him. Okay, he's got 2 more friends coming out of the arena. Marked. Alright, I'm moving in on him. Nade out. And knocked one. I see the last one. I've got him. You've just been promoted from scrub to badass. Next time you play, don't be afraid of those hot drops. And keep playing PUBG. Welcome to Survival Instincts, where we show you 3 different methods of survival. So, you've been playing the safe game for a while and perfected the art of looting, only to have it ripped away before you've even fired off a shot. Come on, Jim.
And maybe you've tried hot drops a few times only to find yourself back at the lobby because you're up against players that know how to handle these aggressive situations better than you. Well, Survival Instincts is here to help as we examine hot drops. Let's take a look at a few different ways to handle hot drops, such as when to push, hunker down, or bait the enemy. Let's start with push. Pushing an enemy player requires confidence, but it also requires a solid understanding of your positional advantage in reference to where they are. Grab a gun and act fast for that quick kill. Don't get too hung up on a backpack or supplies. A few seconds can mean the difference between winning a quick battle or running into an unwinnable situation. That was a rough one. Maybe let's try to hunker down this time. Hot drops at popular locations like the arena are incredibly competitive. Your priority will be to find a gun ASAP and deal with any immediate opponents. You'll have to deal with active players, so be prepared for a few fights, and loot with a swivel on your head, because you just became high-priority targets. Pro tip, maybe res your teammates before charging outside. Let's take a look at how you can use an opponent to bait the rest of their team. If you notice an enemy player has peeled away from his unit, let your squad know and change your drop spot to cut off the enemy player from his team. Guy landed around this warehouse. Let's drop around here and push up on him. Oh yeah, I see him. Copy that. With the player surrounded, get your guns and close in on him. Okay, I see him west side of the warehouse. Push, push, push. Okay, I'm coming. All right, moving in. Pushing from the east side of the warehouse. All right, cool. I got eyes on you. He's on the other side of the wall. Throwing a stun grenade. I'm pushing. His team will now likely stop their looting to save their downed teammate. I see a guy. He's pushing towards the hotel. He's a dead man. Knocked him. Okay, he's got two more friends coming out of the arena. Marked. All right, I'm moving in on him. Nade out. And knocked one. Welcome to Survival Instincts, where we show you 3 different methods of survival. So, you've been playing the safe game for a while and perfected the art of looting, only to have it ripped away before you've even fired off a shot. Ugh, come on, Jim. And maybe you've tried hot drops a few times only to find yourself back at the lobby because you're up against players that know how to handle these aggressive situations better than you. Well, Survival Instincts is here to help as we examine hot drops. Let's take a look at a few different ways to handle hot drops, such as when to push, hunker down, or bait the enemy. Let's start with push. Pushing an enemy player requires confidence, but it also requires a solid understanding of your positional advantage in reference to where they are. Grab a gun and act fast for that quick kill. Don't get too hung up on a backpack or supplies. A few seconds can mean the difference between winning a quick battle or running into an unwinnable situation. That was a rough one. Maybe let's try to hunker down this time. Hot drops at popular locations like the arena are incredibly competitive. Your priority will be to find a gun ASAP and deal with any immediate opponents. You'll have to deal with player after player, so be prepared for a few fights, and loot with a swivel on your head, because you just became high-priority targets. Pro tip, maybe res your teammates before charging outside. Let's take a look at how you can use an opponent to bait the rest of their team. If you notice an enemy player has peeled away from his unit, let your squad know and change your drop spot to cut off the enemy player from his team. Guy landed around this warehouse. Let's drop around here and push up on him. Oh yeah, I see him. Copy that. With the player surrounded, get your guns and close in on him. Okay, I see him west side of the warehouse. Push, push, push. Okay, I'm coming. All right, moving in. Pushing from the east side of the warehouse. All right, cool. I got eyes on you. He's on the other side of the wall. Throwing a stun grenade. I'm pushing. His team will now likely stop their looting to save their downed teammate. I see a guy. He's pushing towards the hotel. He's a dead man. Knocked him. Okay, he's got two more friends coming out of the arena. Marked. All right, I'm moving in on him. Nade out. And knocked one. I see the last one. I've got him. You've just been promoted from scrub to badass. Next time you play, don't be afraid of those hot drops. And keep playing PUBG. Once upon a time, they were my best friends. How I wished they weren't just lifeless plastic toys so I could be one of them and fight like the heroes they are.
Since then, I've been constantly searching for what could transform an ordinary person into a hero. To wear something that will change a person from a nobody to a somebody. Finally, I devised toy mastery and created armor with a more playful spirit. Some of them are perfect for smashing into the enemy ranks and overpowering them even when outnumbered. Some will grant enhanced marksmanship, bestowing the ability to take down enemies from an incredible distance. While others grant extremely sharp senses to glimpse right into the heart of the enemy and lead the entire team to victory. And I, of course, am fully prepared for any situation on the battlefield. For us, it's but a toy playground. Double your pleasure, double the gun. Our latest addition to the Battlegrounds cache of weapons is a double-barreled pump-action DBS shotgun, now landing in care packages on all maps. This bolt-up style shotgun can hold up to 14 12-gauge rounds, giving it all the ammo it needs to melt the armor off your enemies in huge bursts of damage. The double-barrel pump action will burn through rounds quickly, so make sure you prepare for its long reload time. Keep it loaded and at the ready for close quarters combat situations you want to end quickly and efficiently. Enemies that find their way into your sights will be greeted with up to 234 damage per shot, depending on how many pellets they hit. And at around 2 shots per second, they'll be wishing they kept their distance. While without any other attachment slots, the DBS can accept optics below the 8x scope. But with an effective range of only 100 meters, you wouldn't get much use out of those anyway. That sweet victory is calling your name, so be prepared for the claustrophobic combat of the final circles by snatching up the DBS from a care package near you. Or poach it from another player unlucky enough to fall into your path. They probably would have died to the zone anyway. The DBS is on the Battlegrounds now, so go get pumped.
PUBG Mechanics, where we offer tips and tricks that come second nature to the pros. So you're playing on Miramar and you have El Pozo all to yourself. There's just one little thing keeping you from that mouth-watering chicken dinner. The circle set on the other side of the map. Well, we're gonna show you how to get there. This is Jim. Jim's about to take a shortcut over that mountain. Don't be like Jim. Driving off-road not only lowers tire friction and some cars' speed by 15%, but will often leave you in a scorching pile of debris. Knowing when to boost and when to slow down is crucial in PUBG. On an open road, let it rip. Through the forest, avoiding trees can be tough. When it comes to vehicles, there are a lot of different options, although you might not always have the luxury of choice. A good rule of thumb is the bigger the vehicle, the stronger and slower it is. You need to go fast? Try a motorbike. Oh, and be careful when driving anything with 3 wheels. They can be a little tricky to handle. Most maps have exclusive vehicles to help navigate the diverse terrains. Get familiar with these vehicles and which maps they're on, so next time you're taking a trip to the Alps, you come prepared. Execution is key when it comes to driving vehicles. Don't be afraid to utilize your handbrake. When you want to come to a quick stop, hold the handbrake and slam sideways into an object or wall. See? No damage taken. If you want to accelerate quickly, hold down the handbrake, boost, and forward. After a few seconds, release the handbrake, drive away with a little pep in your step. Vehicles spawn alongside roads and trails, so to cover your tracks, try hiding your vehicle in a garage or building. If stealth is more your speed, turn off your engine and cruise into a compound silently. Your enemies won't know what hit them. Did you just drive into an open field with no cover? No worries. Take a step back and blow that baby up. It will give you great cover from one direction, and enemies can't blow it up on you. Who says attrition warfare is dead? Stop your enemies in their tracks by popping the tires on spawn vehicles and cars you aren't using anymore. This tactic is particularly cruel when used on a large map like Miramar. Learning to switch seats could be a valuable tool to have in your arsenal. If you want to surprise an enemy, switch to another seat so you can shoot them. You can avoid incoming enemy fire by switching to a safer seat. And make sure to tell your teammates when you're switching seats. A miscommunication could have some unfortunate results. Now that you have the basics down, drop in and refine your skills as you embark on your journey to evanescent safety and conquer the vehicular wasteland that is PUBG. Welcome to Squad Tactics, strategic tips that will get you and your squad to the final circle. So, you're playing ERANGAL. You and the squad have dealt with team after team on the main island, and the circle is just set over on Mill Base. Time to buckle up and book it over to deal with the final few opponents. Looks like you're the first ones to the bridge. Bridges can be the perfect place for dealing with enemy teams before you're on an even playing field. But setting up an effective choke point ambush is harder than it looks. Let's see how it's done. Creating obstacles is key in a bridge ambush. The more vehicles you have, the more roadblocks your enemy will have to deal with, so collect as many vehicles as your team can handle. There's more than one way to arrange your ambush. Let's try a staggered formation. This will make it harder for the enemy to navigate and keep them off balance. Knowing whether the element of surprise is on your side or not will greatly affect the way you set up your ambush. If you've been noticed, best to keep the enemy squad at a distance and deal with them from afar. Also, be careful not to get tunnel vision. Keep an eye out for teams that may already be behind you and avoid being ambushed yourself. Even though you have the bridge locked down, there's more than one way to cross the island. Keep an eye out for boats, but choose wisely if you want to engage, as you will lose the element of surprise, plus let the whole map know where you are. Each squad mate should take on a different role. If you're close to the entrance, your job is to damage the enemy vehicle and steer them into the line of fire for your squad mate behind cover. The next teammate should be ready to roadblock the enemy if they get past all the decoys. And the last player is there to clean up the mess. If everything goes to plan, it should look just like this. Well done, team. That's one less squad to worry about. Remember, as important as it is to think about your ambush strategy, it's equally important to anticipate one from enemy teams. Keep an eye out. And until next time, keep playing PUBG.
Once upon a time, they were my best friends. How I wished they weren't just lifeless plastic toys so I could be one of them and fight like the heroes they are. Since then, I've been constantly searching for what could transform an ordinary person into a hero. To wear something that will change a person from a nobody to a somebody. Finally, I devised Toy Mastery and created armor with a more playful spirit. Some of them are perfect for smashing into the enemy ranks and overpowering them even when outnumbered. Some will grant enhanced marksmanship, bestowing the ability to take down enemies from an incredible distance. While others grant extremely sharp senses to glimpse right into the heart of the enemy and lead the entire team to victory. And I, of course, am fully prepared for any situation on the battlefield. For us, it's but a toy playground. So guys, welcome back to another live stream of Dark Vengeance Gaming Community, the Ultimate Scrims Week 3. നമ്മുടെ വീക്ക് 3യുടെ അടിപൊളി ക്വാളിഫയേഴ്സ് ഗ്രൂപ്പ് ബിയുടെ ക്വാളിഫയേഴ്സിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ റൂംസിൽ എത്തിയിട്ടുണ്ട്. സോ 11:05 ആകുമ്പോൾ സ്റ്റാർട്ട് നമ്മുടെ റൂം സ്റ്റാർട്ട് ആവുന്നതാണ്. സോ കീപ് ഓൺ വാച്ചിങ് ദി സ്ട്രീംസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഈ സ്ട്രീം കാണുന്നവർ ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈവിൽ തന്നെ നമ്മുടെ പോയിന്റ് ടേബിൾ കിൽ പോയിന്റ് ടേബിളുകൾ അപ്ഡേറ്റ് ആവും. ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു മസ്റ്റ് ബി ഫെമിലിയർ അബൌട്ട് ദാറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദി സ്ട്രീംസ്. സോ അപ്പോൾ ഈ സ്ട്രീം കാണുന്നവർ ഞാൻ പറഞ്ഞ പോലെ സ്ട്രീം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിനായക് ബൈജു താങ്ക് യു. റസ് എന്ന് പറഞ്ഞ ക്യാമറ എടുക്കുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ വാച്ചിങ് ദി സ്ട്രീം. സോ ടോട്ടൽ മെമ്പേഴ്സ് സ്ട്രീം വാച്ചിങ് 7 പ്ലേയേഴ്സ്. ഓക്കെ, our rest എത്തിയിട്ടുണ്ട്. So he's watching rest in a place. Okay bro. So നമ്മുടെ പോയിന്റ് ടേബിൾസ് and everything will be updated on live. So നമ്മുടെ പ്ലേയേഴ്സിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം, just to become familiar about the players. So ടീമിന്റെ പ്ലേയേഴ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. 11:05 ആവും സ്റ്റാർട്ട് ആവാൻ. സോ ബേസ്മെന്റ് ലെജൻഡ് സ്ലോട്ട് നമ്പർ 5 കയറിയിട്ടുണ്ട്. MRTയുടെ പ്ലേയേഴ്സ് സ്ലോട്ട് നമ്പർ 6 കയറിയിട്ടുണ്ട്. FNX4 പ്ലേയേഴ്സ് സ്ലോട്ട് നമ്പർ 7. അതുപോലെ ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് സ്ലോട്ട് നമ്പർ 8 ഉണ്ട്. TGX ഗാംബിറ്റ്സ് ഉണ്ട് സ്ലോട്ട് നമ്പർ 9. സ്ലോട്ട് നമ്പർ 10 CMന്റെ പ്ലേയേഴ്സ് ഉണ്ട് സ്ലോട്ട് നമ്പർ 11. ആരിസിന്റെ പ്ലേയേഴ്സ് ഉണ്ട് സ്ലോട്ട് നമ്പർ 12. കേരള എലൈറ്റ്സ് ഉണ്ട് സ്ലോട്ട് നമ്പർ 13. ഫാൽക്കൺ മാഡിന്റെ ലൈനപ്പ് ഉണ്ട് ടീം സ്ലോട്ട് നമ്പർ 14. D3AD സ്പോർട്സ് ആണ്. ഓക്കെ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വി ആർ ഗോയിങ് ഡയറക്ട്ലി ടു ദി സ്ക്രിംസ്. അപ്പോൾ നമ്മുടെ സ്ക്രിംസിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കീപ് ഓൺ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ് വീക്ക് 3 പവർഡ് ബൈ ഡാർക്ക് വെഞ്ചൻസ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. സോ നമ്മൾ നമ്മുടെ ലോബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലോബിയിലെത്തി നമ്മൾ ബാക്കിയുള്ള ഫെമിലിയർ അല്ലാത്ത ടീമുകളെ കൂടെ ഒന്ന് ഫെമിലിയർ ആക്കാൻ നമ്മളെവിടെ വരെ എത്തി? D3AD ഡെഡ്പൂൾ വരെ എത്തിയിരുന്നത്. അപ്പോൾ ടീം സ്ലോട്ട് നമ്പർ 15 ഉള്ളത് ടൈറ്റന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 16 ഉള്ളത് B4ന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 17 നോവ. സ്ലോട്ട് നമ്പർ 18 ക്രീഡിന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 20 MRGയുടെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 22 KWന്റെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 24 ഡിസെപ്റ്റിക്കോൺസ് ആണ്. നമ്മുടെ WMD സ്ക്രിംസിൽ തൊട്ടക്കം തൊട്ട് നമ്മുടെ കൂടെയുള്ള ഡിസെപ്റ്റിക്കോൺസ് ആണ് നമ്മുടെ പിള്ളേരൊക്കെ. അപ്പൊ ഒന്ന് മൊത്തത്തിൽ നോക്കാം. എന്റെ മോനെ പൊളി കേരള എലൈറ്റ്സ്. സോ
You're watching the ultimate scrims and Group B qualifiers is just gonna begin. So our match is gonna start on cut the poly. Match തുടങ്ങാതെ കോപ്പാണ് ബാക്കിയോ എന്റെ ചാർജ് ബ്രോ സോറി സ്ക്രിംസ് കളിക്കാൻ ഓൾവേസ് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി കം ഫോർ സ്ക്രിംസ് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ സ്ലോട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ലൈനിൽ പോയിന്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്തിരി ഡിലേ ഇടുന്നത്. സോ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഫ്ലൈറ്റ് പാത്ത് നോക്കാം. നമുക്ക് ഫ്ലൈറ്റ് പാത്തിലേക്ക് പോവാം. സോ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഇറങ്ങി തുടങ്ങി. മാഡ് ഏജന്റ് അതുപോലെ ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജമ്പ് ആയിട്ടുണ്ട്. സോ കൊച്ചിങ് നമ്മുടെ ഹോട്ട് ഡ്രോപ്പിലേക്ക് എനിക്ക് 3 ടീമുകൾ നോ അതുപോലെ തന്നെ ഐ എം എക്സ്പെക്ടിങ് മോർ. ഓക്കെ പ്ലേയേഴ്സ് ഒക്കെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്കിപ്പോൾ ടൈറ്റൻ തൊട്ടടുത്ത് തന്നെയുണ്ട് എല്ലാ പ്ലേയേഴ്സ്. ഓക്കെ പൊച്ചിങ്കി അല്ല, പൊച്ചിങ്കി വിട്ട് ലോങ് റേഞ്ചിൽ പോവുകയാണ്. പൊച്ചിങ്കിലോട്ട് പോകുന്ന മറ്റു 3 ടീമുകളാണ് ടൈറ്റൻ അതുപോലെ മറ്റുള്ള ലൈൻ. ഇപ്പോൾ സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ സ്ട്രീം കാണുന്ന സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൈറ്റന്റെ പ്ലേയേഴ്സ് പറാന്ന് പൊച്ചിങ്കിലോട്ട് ചറപ്പറാന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെൻഡറിങ് മനപ്പൊളിയായിട്ട് നടക്കും തന്നെ കരുതാം. ഓക്കെ സോ ടൈറ്റന്റെ പ്ലേയേഴ്സ് ഒരു സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ FNX4 പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അതായത് CMന്റെ പ്ലേയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഫൈറ്റ് എല്ലാവരും മാക്സിമം സേഫ് ആയിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലഡ്, ഇന്നത്തെ ഫസ്റ്റ് ബ്ലഡ് ആരാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ന് ആരായിരിക്കും ഫസ്റ്റ് കില്ലടിക്കുക? ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. സോ ടൈറ്റന്റെ പ്ലേയേഴ്സ് ഒക്കെ ഓക്കെ വെപ്പൺസ് ലൂട്ടിക്കൊണ്ടിരിക്കുന്നു. ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. FNX4 അതുപോലെ തന്നെ CM എല്ലാവരും സെറ്റാണ്. എല്ലാവരും ലൂട്ടിങ്ങിലാണ്. സോ ഹോൾഡ് ഓൺ ഫോർ അനദർ അടിപൊളി മാച്ചിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ റോസോക്കിന് അപ്പുറത്തോട്ട് പിള്ളേരൊക്കെ ഫ്ലൈറ്റ് പാരച്യൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ പ്ലേയേഴ്സ് അതുപോലെ തന്നെ D3ADയുടെ പ്ലേയേഴ്സും അതുപോലെ മറ്റൊരു ടീമും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി മിൽട്ടയിൽ ഇറങ്ങുന്നുണ്ട് 2 ടീം. ലിപ്പോ ഒക്കെ 2 ടീം പോയിട്ടുണ്ട്. ബിൽട്ട പവറിലോട്ടൊരു ടീം. ഒക്കെ ഒരു അടിപൊളി സോൺ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ്. നമ്മുടെ ഈസ്റ്റ് സൈഡിലോട്ടൊരു അടിപൊളി സോൺ ഷിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. ആക്ച്വലി ദാറ്റ് വാസ് നമുക്കിപ്പോൾ പുതിയ ഈ സീസൺ വന്നതിന് ശേഷം നമുക്ക് സോൺ പ്രൊഡിക്ഷൻ ഒക്കെ ഭയങ്കര വാസ്റ്റാണ്. CMന്റെ ഒരു പ്ലെയറിന് അടിപൊളി ഒരു സ്കോപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. That is 8x. So let's see what is Aris and Aris match തുടങ്ങ. ഓക്കെ ആരിസ് ആൻഡ് റിസ് എവിടെയെന്ന് നോക്കാം. ഒരു ലൈവിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആരിസിലേക്ക് നമുക്ക് പോകാം. ആരിസിന്റെ പ്ലേയേഴ്സ് എവിടെ? ആരിസ് വിനു, ആരിസ് നൈറ്റ്, അതുപോലെ ആരിസ് അർജുന, ആരിസ് ഹിസോസ്ക. സോ ലെറ്റ്സ് സീ ആരിസിന്റെ പ്ലേയേഴ്സ് മോനെ ആരിസ് അർജുന എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ബ്ലഡ് ബാക്സീറ്റ് ഡിസെപ്റ്റോകോൺസിന്റെ വകയാണ്. ക്രീഡിന്റെ ഒരു പ്ലെയറിനെയാണ് നോക്കൌട്ട് ആക്കിയിരിക്കുന്നത്. ആരിസിന്റെ പ്ലേയേഴ്സ് എല്ലാം പ്രോ സ്റ്റാൻഡിംഗ് ആണ്. യാസ്മിയ പ്രൊമയിലാണുള്ളത്. ക്രീഡിന്റെ ഫസ്റ്റ് ബ്ലഡ് ഡിസെപ്റ്റോകോൺ ആണ് എടുത്ത്. അപ്പോൾ ഫസ്റ്റ് നോക്ക് മെട്രിക്സ് നിയുടെ വക ക്രീഡിന്റെ ആർഗീസ് കൂടെ നോക്കൌട്ട് ആയിട്ടുണ്ട് ഗൈസ്. സോ ദാറ്റ് ഇസ് സോ സാഡ് എന്നൊക്കെ തന്നെ പറയാം. കാരണം ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളി ഫൈറ്റ് ഒരു പ്ലെയർ വൈറ്റ് ആയിട്ടുണ്ട് ക്രീഡിന്റെ. ബാക്കിയുള്ള ടീമുകൾ ഫൈറ്റ് എടുക്കാനായിട്ട് മിൽറ്റയിൽ അവിടെ ഒരു ഫൈറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ക്രീഡിന്റെ ഒരു പ്ലെയർ കംപ്ലീറ്റ്ലി വൈപ്പ്. ദാറ്റ് വാസ് ഫസ്റ്റ് ബ്ലഡ് ബൈ ദ ഡിസെപ്റ്റിക്കോൺസിന്റെ വക അടിപൊളി ഒരു ഫസ്റ്റ് ബ്ലഡ് ഫൈറ്റ് ആയിരുന്നു. ആൻഡ് അവിടുത്തെ ആദ്യത്തെ ഇറങ്കൽ മാപ്പിൽ ഇന്നത്തെ ക്വാളിഫയേഴ്സ് ബി ഗ്രൂപ്പിന്റെ ക്വാളിഫയേഴ്സിൽ ഫസ്റ്റ് ചോര വീഴ്ത്തിയത് നമ്മുടെ ഡിസെപ്റ്റിക്കോൺസ് ആണ്. ഏജന്റ് കർണ അതുപോലെ തന്നെ മെട്രിക്സ് നിയോ മോനെ. സോ ടോട്ടൽ ടീം കിൽ 1 കിൽ ആൻഡ് ഫസ്റ്റ് കിൽ ഈസ് ബൈ ടോട്ടൽ 17 ടീംസ് ആണ്. ഫസ്റ്റ് കിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡിസെപ്റ്റിക്കോൺസ് ആണ്. സോ അടിപൊളി അടുത്ത ഫൈറ്റിലേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ്. സോ ഈ സ്ട്രീം കാണുന്ന ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിന്റെ പ്ലേയേഴ്സ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി വി ഹാവ് ഷോൺ ഏരീസ് ആൻഡ് റെസ് ഓൺ ലൈവ്. സോ അടുത്ത കമന്റുകളിലേക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ്. അഖിൽ കുമാർ ആണ് നമുക്ക് ഏരീസിന് റിക്വസ്റ്റ് അടിച്ചിരുന്നത്. ഓക്കെ മാച്ച് തുടങ്ങല്ലേ. മറ്റു കമന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പുതിയതായിട്ട്. സോ ക്രീഡിന്റെ പ്ലേയേഴ്സ് എനിക്കൊന്നൊരു ബൈക്ക് എടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബൈക്ക് എടുത്ത് എങ്ങോട്ട് പുഷ് ചെയ്യാനുള്ള ശ്രമമാണ്. ക്രീഡിന്റെ പ്ലേയേഴ്സ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. നമുക്ക് മിലിറ്ററിയായിട്ട് മറ്റു അതുപോലെ തന്നെ പൊച്ചിങ്കിലെ ഫൈറ്റ് ഇതുപോലെ എടുത്തിട്ടില്ല. അവരെ ഫൈറ്റ് എടുത്തിട്ടില്ല. സോ ഓക്കെ സോ അപ്പോൾ നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എന്തായാലും നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് ജസ്റ്റ് ഓക്കെ ഒന്ന് പോയിട്ട് വരാം. ഡിസെപ്റ്റോകോൺസ് ആണ് ടോപ്പ് നിൽക്കാൻ ചാൻസ്. ഡിസെപ്റ്റോകോൺസ് ആണ് അവിടെ ഫസ്റ്റ് ബ്ലഡ് എടുത്തിരുന്നത്.
5 points ഉണ്ടാവും. സോ നെമസിസ് ഡ്രാക്സിന്റെ വക നെമസിസ് ഡ്രാക്സ് ഒരു പുഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെമസിസ് ഡ്രാക്സ് ഇസ് പുഷിംഗ് റൈറ്റ് ടുവേർഡ്സ്. ഓക്കെ, അവിടെ ഫൈറ്റ് എടുത്തതിന് ശേഷം D3 കറങ്ങി മാറുകയാണ് നമ്മുടെ നെമസിസ് ഡ്രാക്സ്. അവിടെ ഒരു അടിപൊളി നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബ്ലഡ്, അതെ സെക്കൻഡ് ബ്ലഡ് എടുത്തിരിക്കുകയാണ് നമ്മുടെ നെമസിസ് ഡ്രാക്സിന്റെ വക വിഷയങ്ങളെ. D3 പ്ലേസ് ലോങ് റേഞ്ചിൽ നിന്ന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നെമസിസ്. ബേസ്മെന്റ് ലെജൻഡ്സിന്റെ പ്ലേയേഴ്സ് അടിപൊളി സപ്പോർട്ട് കൊടുക്കുകയാണ്. സോ നോക്കൗട്ട് ആയ പ്ലേയേഴ്സ് D3 പ്ലേയേഴ്സ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന മോനെ അടിപൊളി ഒരു നേടി. സത്യം പറഞ്ഞ ഇതുപോലെ അടിപൊളി ഒരു നേടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ലോങ് റേഞ്ചിൽ അടിപൊളി ഒരു നേട് നമ്മുടെ D3 സെക്ലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് hell yeah, that didn't work out. FNX4 ഒരു നോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. FNX4 ഫൈറ്റ് എനിക്കത് കൊച്ചിങ്കിലാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. FNX4 ഫൈറ്റ് മോനെ വിഷയം. അപ്പോൾ അവിടുത്തെ 3 ടീമുകളാണുള്ളത്. ടൈറ്റൻ അതുപോലെ തന്നെ ടൈറ്റന്റെ ഒരു പ്ലെയർ നോട്ടിക് റാവെഞ്ചർ, എനിക്കൊന്ന് ടൈറ്റന്റെ പ്ലെയർ ആണ് കേസ് നോക്ക് ഔട്ട് ആയത്. FNX4 ഒരു നൈസ് ഗെയിമിംഗ്. ടോട്ടൽ ഇപ്പോൾ 3 ടീമുകളാണ് കൊച്ചിങ്കിലുള്ള പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ കേസ്. FNX4 CM ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് CM ഇവിടെ എത്തിയിട്ടുണ്ട്. നോട്ടിക് റാവെഞ്ചർ നോക്ക്ഡ് ഔട്ട് ബൈ FNX4 ടീം മോനെ വിഷയം. FNX4 പ്ലേയേഴ്സ് ഫൈറ്റിനായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ തറ കാണുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, ടൈറ്റന്റെ പ്ലേയേഴ്സ് വേഴ്സസ് FNX4 ഫൈറ്റ് നടക്കുകയാണ് ഗൈസ്. ആൻഡ് വി ആർ ഹോൾഡിംഗ് ടു എച്ച്. സോ നമ്മുടെ ടേബിൾ പോയിന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഡോൺസിന് പോയിന്റ് കയറിയിട്ടുണ്ടായിരുന്നു. സോ KWM into Sunny. KW കാണിക്കും ബ്രോ. KW കാണിക്കാം ബ്രോ. 1 second ബ്രോ. KW കാണിക്കാം ബ്രോ. ജസ്റ്റ് ഹോൾഡ് ഓൺ. KWയുടെ പ്ലേയേഴ്സിലേക്ക് നമുക്ക് പോകാം. KW ഓക്കെ, അവിടെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ടൈറ്റൻ എൻജയുടെ ഒരു OP നോക്കായിരുന്നു ബ്രോ. KW സേഫ് ആൻഡ് സൗണ്ട് സംവെയർ നിയർ 70 സേഫ് ആയിട്ട് സൗണ്ട് ആയിട്ട് നമ്മുടെ KWന്റെ പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. സോ ടൈറ്റന്റെ പ്ലേയേഴ്സിലേക്ക് പോകാം. ടൈറ്റൻ സ്റ്റിൽ ഫൈറ്റിംഗ്. ഓക്കെ, ടൈറ്റൻ ബ്രാച്ച് കൂടെ നല്ല ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ടൈറ്റന്റെ പ്ലേയേഴ്സ് എല്ലാം തന്നെ പുഷ് ചെയ്യാണ്. ടൈറ്റന്റെ JB കവർ എടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്ത് വെള്ളം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ടൈറ്റന്റെ പ്ലേയേഴ്സ് നേരെ പുഷ് ചെയ്യാണ്. ടൈറ്റൻ JB പുഷിംഗ് ഡയറക്ട്ലി ടുവേർഡ്സ് FNX4 പ്ലേയേഴ്സ് ഒരു ഫ്ലോറിന് മേലെ തൊട്ട് മുന്നേ കട്ടയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്ന. അപ്പോൾ FNX4 പ്ലേയേഴ്സിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് അവരുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഈ ഫൈറ്റ് എങ്ങനെ അവർക്ക് ഓക്കെ ഫുൾ പെർഫെക്റ്റ്ലി എങ്ങനെ കയറി വന്നാലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് FNX4 പ്ലേയേഴ്സ് ഒക്കെയാണ്. FNX4 സ്ട്രേഞ്ച് ഓക്കെ, എല്ലാവരും പക്ക സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ടൈറ്റന്റെ ഒരു പ്ലെയർ കയറി വന്നാൽ അടിപൊളിയായിട്ട് അടിച്ചിടാൻ കോൺഫിഡൻസോടെ നിൽക്കുകയാണ് നമ്മുടെ FNX4 പ്ലേയേഴ്സ്. ഓക്കെ, പക്ഷേ നമ്മുടെ CMന്റെ ഒരു തേർഡ് പാർട്ടി ഗെയിമിംഗ് CMന്റെ നിക്സോ റൂഫ് ടോപ്പിൽ നിന്ന് അടിപൊളി ഒരു സ്പ്രേ. FNX4 സ്ട്രേഞ്ച് M16 കൊണ്ടാണ്. FNX4 വിച്ചറിനെയും കൂടെ കാണാം. FNX4 വിച്ചർ എനിക്കൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓക്കെ ക്രീഡ് ഹൈഡ്ര ഏജന്റ് കാരണം മോനെ ക്രീഡിന്റെ വക തിരിച്ചടി. ഓക്കെ, സ്റ്റിൽ സ്മോക്ക് ഇട്ടിട്ട് പോലെ FNX4 ഓപ്പൺ സ്ട്രേഞ്ച് ഓപ്പണിലാണ്. One second. അപ്പോൾ FNX4 പ്ലെയറിനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ D3 വേഴ്സസ് നെമസിസ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. D3 വക വിഷയം കളി ഗൈസ്. D3 നമുക്ക് പോവാം. എനിക്കൊന്ന് ഇപ്പൊ വാക്കിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. D3 ഫൈറ്റ് അവിടെ. സോറി ഗൈസ്, ഐ മിസ്ഡ് ഇറ്റ്. സോ ടൈറ്റൻ CM നിക്കിനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. CM നിക്ക് എനിക്കൊന്ന് റൂഫ് ടോപ്പിൽ നിന്ന പ്ലെയർ ആണ്. നമ്മുടെ കൊച്ചിങ്കിലെ ഫൈറ്റിൽ FNX സ്ട്രേഞ്ച് വൺസ് അഗൈൻ നോക്ക്ഡ് ഔട്ട് ആണ്. CM നിക്ക് ഓക്കെ. നെമസിസ് ട്രാക്സ് D3 ഓക്കെ. നെമസിസിന്റെ വക അടിപൊളി. ബേസ്മെന്റ് ലെജൻസിന്റെ വക അടിപൊളി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേസ്മെന്റ് ലെജൻസിലേക്ക് നമുക്ക് പോവാം. സോറി ഗൈസ്. നെമസിസ് ഡോട്ട് വന്നായിരുന്നു. ഓക്കെ, നെമസിസിന്റെ പിള്ളേർ ഇവിടെ 2 പേര് നോക്ക്ഡ് ഔട്ട് ആണ്. ട്രാക്സ് മാത്രമായിരുന്നു സർവൈവിംഗ്. ട്രാക്സിലേക്ക് നമുക്ക് പോകാം. ട്രാക്സ് സ്റ്റാൻഡിങ് നിയർ ടീം നമ്പർ 14 അടുത്താണ്. D3 വേഴ്സസ് നെമസിസ് ആണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെമസിസിന്റെ D3 ക്യാഷ് മാത്രമാണ് സ്റ്റാൻഡിങ്. ക്യാഷ് എനിക്കൊന്ന് ക്യാഷ് ഇതിൽ റൂഫ് ടോപ്പിൽ നിൽക്കുകയാണ്. ക്യാഷ് 3 പ്ലെയർ നോക്ക്ഡ് ഔട്ട് ആയിട്ട് നെമസിസിന്റെ ട്രാക്സ് മാത്രമാണ് സർവൈവിംഗ്. മോനെ അടിപൊളി ഫൈറ്റ് ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഏജന്റ് കാരണം അവിടെ ഒരു ക്രീഡിന്റെ ഹൈഡ്രയെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെച്ചർ നോക്ക്. ഓക്കെ, D3 ക്യാഷ് എടുത്ത് പുഷ് ചെയ്യാണ് നെമസിസ് ഡ്രാക്സിന്റെ ഫസ്റ്റ്. ഓക്കെ, നെമസിസ് ഡ്രാക്സ് പെർഫെക്റ്റ് കവർ എക്സ്പെക്ടഡ് ആണ്. റൂഫ് ടോക്കിൽ പ്ലെയർ ഉണ്ടെന്ന് പക്ക അറിയാം.
സ്റ്റാൻഡിങ് ഓക്കെ D3 അടി കാശി താഴോട്ട് ഇറങ്ങുന്നു. അൺഎക്സ്പെക്ടഡ് ഷോട്ടിനായിട്ട് D3 അടി നെമസിസിന്റെ വക പൊന്ന വിഷയങ്ങൾ. ദാറ്റ് വാസ് ടാക്ടിക്കൽ എന്നൊക്കെ പറയേണ്ട ഒരു ഗെയിം പ്ലേ ആണ് നെമസിസ് ട്രാക്സിനൊക്കെ നമ്മൾ അവിടെ കണ്ടത് വിഷയം കളി. സോ KW നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സോ നമുക്ക് പോകേണ്ട ടീം സ്ലോട്ട്സിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ഇടുക. സോ ഐ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് മാക്സിമം ഞാൻ ശ്രമിക്കാവുന്നതാണ്. സോ കൊച്ചിങ്കിലെ ഫൈറ്റ് CM അതുപോലെ തന്നെ FNX4 എല്ലാ പ്ലേയേഴ്സും തന്നെ സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണ്. 1 second. ഓക്കെ, അപ്പോൾ നമ്മുടെ FNX4ന്റെ എല്ലാ പ്ലേയേഴ്സും സ്റ്റാൻഡിംഗ്. അതുപോലെ തന്നെ അത്യാവശ്യം പാമ്പൊക്കെ കിടന്ന് തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല കവർ എടുത്തിട്ടുണ്ട്. സോ സോൺ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. സോൺ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ഗൈസ്. സോൺ ഈസ്റ്റേൺ സൈഡിലോട്ട് മാറി നമ്മൾ ഈ ട്രാൻസിഷൻ കണ്ടു. അതിനുശേഷം വീണ്ടും ഒരു ട്രാൻസിഷൻ കൂടെ നടന്നിട്ടുണ്ട്. നമ്മുടെ പോയിന്റ് ടേബിൾസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പോയിന്റ് ടേബിളിലേക്ക് നമുക്ക് പോകാം. പോയിന്റ് ടേബിൾ പ്രോപ്പർ FNX4ന്റെ ഒരു പോയിന്റ് കൂടെ കയറിയിട്ടുണ്ട്. ക്രീഡിന്റെ പ്ലേയേഴ്സിന് 20 പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് 1 second. ഞാൻ പോയിന്റ് ടേബിൾ ഓവർലേക്ക് സെറ്റ് ആണ്. ബേസ്മെന്റ് ലെജൻസ് ആണ് ടോപ്പ് നിൽക്കുന്നത്. BL 20 പോയിന്റ്സ് ആയിട്ട്. തൊട്ട് പിന്നാലെ ക്രീഡിന്റെ 4 kills ആയിട്ട് ക്രീഡിന്റെ പ്ലേയേഴ്സ് ഉണ്ട്. തൊട്ട് പിന്നാലെ ഡിസപ്റ്റേഗോൺസ് ഉണ്ട്. അതുപോലെ D3 യുടെ പ്ലേയേഴ്സ് 2 kills ആയിട്ട് തൊട്ട് പിന്നാലെ ഉണ്ട്. FNX4 ഒരു kill ആയിട്ട് പിന്നാലെ ഉണ്ട്. സോ യു ആർ വാച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ട്രീംസ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ദി സ്ട്രീംസ് ബൈ ഡാർക്ക് വെഞ്ചൻസ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. നമ്മൾ ഇന്ന് നൈറ്റ് മാക്സിമം തന്നെ GTA 5 ഗെയിം പ്ലേ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. സോ കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദി സ്ട്രീംസ്. നമ്മുടെ CMന്റെ പ്ലേയേഴ്സ് ഇവിടെ ഫൈറ്റ് ഒന്നും എടുക്കുന്നില്ല ഗൈസ്. ഐ എം ജസ്റ്റ് കൊച്ചിങ് അടിപൊളി ഒരു ഹോട്ട് സ്പോട്ട് ആയിട്ട് ഒരു ഹോട്ട് ഫൈറ്റ് കാണാൻ വെയിറ്റിംഗ് എന്ന് തന്നെ പറയാം. ടൈറ്റന്റെ പ്ലേയേഴ്സ് കയറി പുഷ് എന്നാണ്. ടൈറ്റൻസിന്റെ പ്ലെയർ ഒക്കെ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. അവിടെ ഒരു സോൺ ട്രാൻസിഷൻ സോണിനകത്തേക്ക് എല്ലാ ടീമുകളും പോകേണ്ട ആവശ്യമുണ്ട്. ജാസ്മിൻ ബോളിൽ 2 ടീം ക്ലോസ് കോമ്പാക്ട് എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫൈറ്റ് ടൈറ്റന്റെ പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു സോണിന് വെളിയിലാണ്. സോണിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. JB NJ ബ്രാറ്റ് still holding to Pochinki. So correct edge of the line ആണ് fight. Still holding ആണ്. ചെറിയ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ that's not affecting the match. Message deleted by the Google moderator team. Shinsabu. Pro Sunny Pro ആണ് bro. ിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ഗൂഗിളിന്റെ ടീം തന്നെ അത് കളഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അൽപ്പൊളിയായിരുന്നു. താങ്ക് യു ബ്രോ. ഇൻ കേസ് മിസ്റ്റേക്കിൽ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ വീണ്ടും കമന്റ് ഇടാം ബ്രോ. നോ പ്രോബ്ലം. ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. സോ നമ്മുടെ ടൈറ്റൻ വേഴ്സസ് FNX4 ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ CM 3 ടീമുകളാണുള്ളത്. ഓക്കെ, സ്ട്രേഞ്ചിനെ നോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. CMന്റെ നിക്സ്7 ഓസ്നൈറ്റിന്റെ 2 പ്ലെയർ നോക്ക് ഔട്ട് ആണ്. സോ ദാറ്റ് കിൽസ് വർ ടേക്കൻ ബൈ ടൈറ്റന്റെ പ്ലേയേഴ്സ്. ചീഫിനെയും കൂടെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. വിച്ചറും താനോസും മാത്രമാണ് സർവൈവിങ്. അപ്പോൾ ടൈറ്റൻ JB ആൻഡ് പിള്ളേരാണ് മെഷീൻ കളി കളിക്കുന്നത്. CMന്റെ പ്ലേയേഴ്സ് തൊട്ടടുത്ത് തന്നെയുണ്ട്. CMന്റെ S7 ആണ് പക്ക ഈ ഗെയിം പ്ലേയുടെ വ്യൂ. ടൈറ്റൻ NJ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. CM നിക്സ്7 NJ. ഓക്കെ, ടൈറ്റൻ JBയും കൂടെ വൈപ്പ് അടിക്കാനായിട്ട് ഒരു അടിപൊളി നേട് മതിയാവും. CMന്റെ ബ്ലഫിൻ സപ്പോർട്ടിനായിട്ട് ചെയ്യുന്നുണ്ട്. ബ്ലഫിനിലേക്ക് പോകാം. ബ്ലഫിൻ ഫൈറ്റ്. ഓക്കെ, ബ്ലഫിന്റെ വക അവിടെ വൈബായി. ദാറ്റ്സ് എ വൈബ്. സോ ടൈറ്റന്റെ പ്ലേയേഴ്സ് സ്റ്റാൻഡിംഗ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടൈറ്റനിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്ലേയേഴ്സ് ആണ്. സോ FNX4 വേഴ്സസ് CM ആണ് നടക്കുന്നത്. FNX4ന്റെ 2 പ്ലേയേഴ്സ് ആണുള്ളത്. ഓക്കെ, FNX4 താനോസിനെയും കൂടെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. വിച്ചർ മാത്രമാണ് സ്റ്റാൻഡിംഗ്. വിച്ചർ സപ്പോർട്ടിനായിട്ട് ഇവിടുന്ന് പോകുന്നവരായിരുന്നു. സോ what will happen? Let's see. MRG ban Shinu Sabu bro. MRG ചോദിച്ചിട്ടുണ്ടായിരുന്നു. MRGയുടെ പ്ലേയേഴ്സിലേക്ക് ഒന്ന് നോക്കാം ബ്രോ. നമുക്ക് അപ്പോൾ ഇവിടെ ഫൈറ്റ് ആണ് നോക്കുന്നത്. MRG ആണോ ബ്രോ? MRD ആണോ ബ്രോ? ഐ ഹോപ്പ് MRD ആണെന്ന് തോന്നുന്നു. MRG എന്ന് പറഞ്ഞിട്ട് ഓക്കെ MRG ഉണ്ട്. സോറി, സ്മൈൽ മിസ്റ്റേക്ക്. MRG ട്രോസിക്, MRG ബീസ്റ്റ്, അതുപോലെ തന്നെ MRGയുടെ പിള്ളേരുണ്ട്. MRGയുടെ പിള്ളേരുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ കുറച്ച് ദൂരെയാണ്. യാസ്മിൻ പോളയുടെ അടുത്ത് നിന്നൊക്കെ കുറച്ച് ദൂരെ. സ്റ്റീൽ ബറാന്ന് തോന്നുന്നു. ഐ ഹോപ്പ് അല്ല, സ്റ്റീൽ ബറല്ല, സോറി. യാസ്മിൻ പോളയിൽ നിന്നൊക്കെ കുറച്ചൊരു എഡ്ജ് മാറി നിൽക്കുകയാണ് നമ്മുടെ പ്ലേയേഴ്സ്. MRG ട്രാക്കോ അതുപോലെ തന്നെ MRG
ഓക്കെ CMന്റെ പ്ലേയേഴ്സ് അവിടെ കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ടീം വൈപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത്. CMന്റെ വക മോനെ പുളി കളി. തൊട്ടടുത്ത് ഇനി ഇപ്പോൾ ടീം നമ്പർ 7 ആണുള്ളത്. ടീം നമ്പർ 7 FNX4 വിച്ച് സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണ്. അവിടെ വൈപ്പ് നടന്നിട്ടില്ല ഗൈസ്. അവിടെ ജസ്റ്റ് നോക്കായ പ്ലെയർ മാത്രമാണ് വൈപ്പ്. CNX4 വിച്ചർ ഈസ് വെയിറ്റിംഗ്. തന്റെ ടീംമേറ്റ്സിനെ കൊന്ന പിള്ളേരെ വൈപ്പ് ചെയ്യാനായിട്ട് CNX4 വിച്ചർ ഈസ് വെയിറ്റിംഗ്. സോ നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നമുക്ക് പോകാം. പോയിന്റ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ ബേസ്മെന്റ് ലെജൻഡ്സ് തന്നെയാണ് ടോപ്പ് നിൽക്കുന്നത്. തൊട്ട് പിന്നാലെ ക്രീഡിന്റെ പ്ലേയേഴ്സ് ഉണ്ട്, തൊട്ട് പിന്നാലെ CMന്റെ പ്ലേയേഴ്സ് ഉണ്ട്, തൊട്ട് പിന്നാലെ ഡിസെപ്റ്റിക്കോൺസ്, D3AD ആൻഡ് ടൈറ്റൻ FNX4. സോ FNX4 വിച്ചർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. സോ ടോട്ടൽ ഇപ്പോൾ 14 ടീംസ് ഉണ്ട്. സോ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. സോ CM ആൻഡ് ഇപ്പോൾ ക്ലോസ് കംബാക്റ്റിന് വേണ്ടി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ നമ്മൾ ടീമിൽ കൂടെയൊക്കെ മാക്സിമം ടീമിന്റെ അടുത്തോടെയൊക്കെ പോകേണ്ടി വരും. നമ്മൾ പ്ലേയേഴ്സിനെയൊക്കെ ജസ്റ്റ് സ്പിക്ക് ചെയ്ത് ഗ്രൗണ്ടിൽ ക്ലോസ് റേഞ്ച് ആയിട്ടുള്ള ടീം CMന്റെ പ്ലേയേഴ്സ് ആണ്. CMന്റെ പ്ലേയേഴ്സിന് ടോട്ടൽ 5 കിൽസ് ഉണ്ട്. FNX4 1 കില്ലായിട്ട് സ്റ്റാൻഡിംഗ് ആണ്. What if we use shift? Okay, സോ നമ്മുടെ മറ്റു ഫൈറ്റുകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഒരു ഡ്രോപ്പ് വേണ്ടിട്ടുണ്ട്. ഡ്രോപ്പിലേക്ക് നമുക്ക് എത്താം. ഡ്രോപ്പിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കൺട്രോൾ എവിടെ തൊടാൻ പറ്റില്ലല്ലോ. AUG അതുപോലെ ആരും തന്നെ മൈൻഡ് ചെയ്യാത്തൊരു ഡ്രോപ്പാണ്. സോ ഗൈസ് ദാറ്റ്സ് മിസ്സിംഗ്. സോ ആരും തന്നെ ഡ്രോപ്പ് മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഫൈറ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നമ്മുടെ KW അതുപോലെ മറ്റൊരു ടീമും കൂടെ എനിക്കൊന്ന് തൊട്ടടുത്തുണ്ട്. കുറച്ചൊക്കെ അവിടെ ഒരു ഫ്ലെയർ വേണ്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവണം. ഫ്ലെയർ വീണത് ഏകദേശം സ്കൂൾ ആ ഒരു റീജിയൺ ആണ്. RESന്റെ പ്ലേയേഴ്സ് ആവണം. ഫ്ലെയർ അടിച്ചിരിക്കുന്ന RESന്റെ പ്ലേയേഴ്സിന്റെ വക ആയിരിക്കണം. സോ KWSന്റെ പ്ലേയേഴ്സ് ഒരു സ്ക്വാഡ് ഹൗസ് എടുത്ത് ക്യാമ്പിംഗിലാണ്. ക്യാമ്പിംഗ് ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടി എന്റെ ഒരു പ്യൂർ സജഷൻ ഫോർ പ്ലേയിങ് ദ അൾട്ടിമേറ്റ് സ്ക്രിംസ് യു വിൽ ഡെഫിനറ്റ്ലി കിൽ പോയിന്റ്സ്. കാരണം ഓരോ കില്ലിനും നമ്മൾ കൊടുക്കുന്നത് 25 പോയിന്റ്സ് ആണ്. ഗെയിമിംഗ് സ്പെക്ട്രൽ ബ്രോ. ഓക്കെ ഓക്കെ ബ്രോ. നമുക്ക് 3-4 റിക്വസ്റ്റ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഡെഡ്പൂൾ ഫസ്റ്റ് ഡെഡ്പൂളിലേക്ക് നമുക്ക് പോകാം. ഡെഡ്പൂളിലേക്ക് പോകാം. ഡെഡ്പൂൾ അവിടെ ഡെഡ്പൂൾ ആണ്. D3ADയിലേക്ക് നമുക്ക് പോകാം. D3ADയുടെ പ്ലേയേഴ്സ് ഓക്കെ. D3ADയുടെ പ്ലേയേഴ്സ് ഈസ് വൈബ്ഡ്. സോറി ബ്രോ. D3ADയുടെ പ്ലേയേഴ്സ് എല്ലാം വൈബ്ഡ് ആണ്. സഞ്ജു രാജ് സോറി. D3ADയുടെ പ്ലേയേഴ്സ് എല്ലാം വൈബ്ഡ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത് FND ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് സ്റ്റാൻഡിംഗ് ആണോ നമുക്ക് നോക്കാം. ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് അവിടെ ഫോക്സ് നൈറ്റ്സ് FND ഓക്കെ. FND വിച്ചർ മാത്രമാണ് സ്റ്റാൻഡിംഗ്. FND വിച്ചർ മാത്രമാണ് സ്റ്റാൻഡിംഗ്. FND വിച്ചർ ഉള്ളത് കൊച്ചിങ്ങിന്റെ അടുത്ത് തന്നെയാണ്. CMന്റെ പ്ലേയേഴ്സ് മച്ചാണ് റിവെഞ്ച് എടുക്കാൻ വേണ്ടി FNX വിച്ചർ വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ CMXന്റെ പ്ലേയേഴ്സ് സോണിൻ ആയിക്കൊണ്ടിരിക്കുന്നു. സോ സ്വന്തം ടീംമേറ്റ്സിനെ വൈപ്പ് ചെയ്തതിന്റെ റിവെഞ്ച് എടുക്കേണ്ട ആവശ്യകത നമ്മുടെ FNX4ന്റെ പ്ലെയറിനുണ്ട്. ഒരു കടമയായിട്ട് തന്നെ FNX4 വിച്ചർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ കരുതാം. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. FNX4 വിച്ചർ മാക്സിമം ഓടി രക്ഷപ്പെടുകയാണ്. ആക്ച്വലി സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്നത് ഇത്രയും കഷ്ടമാണ്. സോ D3AD ബ്രോ. D3AD എന്റെ അവസ്ഥ ഏകലവ്യ. എന്താ അവസ്ഥ ഏകലവ്യ. താങ്ക് യു വിഷ്ണു നായർ. താങ്ക് യു ബ്രോ ഫോർ വാച്ചിങ് ദി സ്ട്രീംസ്. സോ അഖിൽ കുമാർ ചോദിക്കുന്നുണ്ട് റസ് ഓർ റസ് ആണ് ബ്രോ. നമുക്ക് നോക്കാം. Let's back to Arizona Russ. നമുക്ക് റസ്സിലേക്ക് റസ്സിന്റെ പ്ലേയേഴ്സ് Arizona Russ players bro. വെഹിക്കിൾ ആണ്. ഓൺ എ വെഹിക്കിൾ ഗോയിങ് ടുവേർഡ്സ് മാഡ് ഏജന്റ്. നമ്മുടെ മാഡിന്റെ ലൈനപ്പിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രീഡും അതുപോലെ മറ്റൊരു ടീമും തമ്മിൽ ക്ലോസ് കോമ്പാക്ട് ഫൈറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രീഡിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ക്രീഡിന്റെ ജോക്കർ നേരെ ചെല്ലുന്നതാണ്. ടീം നമ്പർ 16 അടുത്താണ്. ടീം നമ്പർ 16 അടിപൊളി സ്പ്രേ കിട്ടുന്നുണ്ട്. സോ 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. B4 പ്ലേയേഴ്സിന്റെ അടുത്താണ് പുഷ് ചെയ്തിരിക്കുന്നത് ക്രീഡിന്റെ ജോക്കറും അതുപോലെ തന്നെ ക്രീഡിന്റെ HODയോ ഓക്കെ. അടിപൊളി നേട് കുക്ക് ചെയ്യുന്നുണ്ട്. മോനെ നേട് പണി പാളി തിരിച്ച് സ്വന്തം സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. അടിപൊളി ക്രീഡിന്റെ ജോക്കറിന്റെ വക മോനെ അവിടെ ഒരു I hope that's a knock. Next knockനായിട്ട് B4 ക്ലൗഡിന്റെ വക അടിപൊളി സ്പ്രേ. That's a pre-fire. ആൻഡ് പ്രീഫയർ ഒന്നും ചെന്നപ്പെടാതെ ഒക്കെ ഒരു സൈഡിൽ നിന്ന് കയറി വന്ന B4 പ്ലേക്കിനെയും കൂടെ അവിടെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ B4 ഓൾമോസ്റ്റ് പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ വൈബ് എന്ന് തന്നെ കരുതാം. ഓക്കെ ഒരു പ്ലെയർ സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ B4 പ്ലേക്കോടെ B4 ട്രേക്ക് അതുപോലെ തന്നെ ക്ലൗഡ് മാത്രമാണ് സ്റ്റാൻഡിംഗ്. ക്ലൗഡ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഒരു പുഷ് വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം പ്ലേ വന്നു കഴിഞ്ഞാൽ ഓക്കെ ക്രീഡ് ജോക്കറിന്റെ വക ഒരു ജോക്കർ പുഷ് ചെയ്യുന്നുണ്ട്.
ജോക്കർ കയറി വരുന്നുണ്ട് ബിഫോർ ക്ലൗഡ് റിക്കവർ ചെയ്യുന്നതിന് മുന്നേ. ബിഫോർ ക്ലൗഡ് ഇസ് വൈപ്പ് ഗൈസ്. ഓക്കെ റിക്കവർ ചെയ്തു മോനെ വിഷയം. എന്നിട്ട് പോലും ബിഫോർ ക്ലൗഡിന്റെ പ്ലേയേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ക്രീഡിന്റെ പ്ലേയേഴ്സ്. ദാറ്റ് വാസ് എൻ ഒപ്പി ഗെയിം പ്ലേ. ഒട്ടനെ തന്നെ ഫസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി മൂവ്മെന്റിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രീഡിന്റെ പ്ലേയേഴ്സ്. ക്രീഡിന്റെ 2 പ്ലേയേഴ്സ് മാത്രം നമ്മൾ സ്റ്റിൽ സ്റ്റാൻഡിങ്. 2 പ്ലേയേഴ്സ് മാത്രം നിന്ന് കളിച്ച കളി ഒരു രക്ഷയില്ലാത്ത കളിയാണ്. നമ്മുടെ കേരള എലൈറ്റ്സിന്റെ തൊട്ടടുത്ത് തന്നെ സാനോപ്പി. ഓക്കെ ടീം നമ്പർ 8 ഉണ്ട്. സോ FNG ഫോക്സ് നൈറ്റ് വേഴ്സസ് കേരള എലൈറ്റ്സ് ആണെന്ന് തന്നെ 2 ടീമും അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പമ്പ് കിടക്കുന്നുണ്ട്. റണ്ടറിംഗ് മാച്ച്. ഓക്കെ റണ്ടർ ആവുക. ഓക്കെ അസാസിനും ഫോക്സ് നൈറ്റ് ഡാനും അതുപോലെ തന്നെ ഫോക്സ് നൈറ്റ് സൈക്കോമാണുള്ളത്. തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് കേരള എലൈറ്റ്സിന്റെ പ്ലേസിന്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് ടേബിളിലേക്ക് നമുക്ക് നോക്കാം. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് നോക്കുന്ന CMന്റെ പ്ലേസ് ആണ് 30.6 സ്കിൽസ് ആയിട്ട്. തൊട്ട് പിന്നാലെ ബേസ്മെന്റ് ലെജൻസ്, തൊട്ട് പിന്നാലെ ഗ്രേഡിന്റെ പ്ലേസ്, തൊട്ട് പിന്നാലെ DCയുടെ പ്ലേസ് 10 പോയിന്റ്സ് ആയിട്ട്. D3AD 10 പോയിന്റ്സ്, ടൈറ്റൻ 5 പോയിന്റ്സ്, FNX4 5 പോയിന്റ്സ്. സോ B4 പ്ലേസ് B4ൽ നമ്മൾ എത്തി ബ്രോ. കെയും B4ഉം തമ്മിലൊരു ഫൈറ്റ്. B4ന്റെ പ്ലേസിൽ നമ്മുടെ ഫൈറ്റ് കണ്ടതാണ് ബ്രോ. B4നെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ കെയുടെ പ്ലേയേഴ്സിനെതിരെയാണ് നമ്മുടെ ഇപ്പോൾ ഫോക്സ് നൈറ്റിന്റെ പ്ലേയേഴ്സ് നിൽക്കുന്നത്. Let's go to K Krusty, K Colonel, അതുപോലെ തന്നെ K Zanopi directly pushing towards നമ്മുടെ ടീം പ്ലേയേഴ്സിന്റെ അടുത്ത് സൈഡിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് പോവുകയാണ് നമ്മുടെ കേരള എലൈറ്റ്സിന്റെ പ്ലേയേഴ്സ്. കേരള എലൈറ്റ്സിന്റെ വക ഒപ്പി ഗെയിം പ്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. കേരള എലൈറ്റ്സിന്റെ പ്ലേയേഴ്സ് ഇവിടെ മൂവ് ആയി പോവുകയാണ് മോനെ. സോ they know the situation. B4 please bro. B4 is wiped and next is Specs PM. Bro CM നെ സ്പെക് ചെയ്യാം ബ്രോ. CM നെ നമുക്ക് സ്പെക് ചെയ്യാം. ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ CMന്റെ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ പിന്നെ CM നെ സ്പെക് ചെയ്യാതിരിക്കുമോ ഗൈസ്? സോ CMന്റെ ടോട്ടൽ 6 സ്കിൽസ് ആണ്. CM സോണിന് വെളിയിലാണ് ഗൈസ്. സാൻഡ ഇപ്പൊ തന്നെ നോക്ക് ഔട്ട് ആവും ഐ ഹോപ്പ്. ഓക്കെ സോൺ ക്ലോസ് ആണ്. എങ്ങനെയെങ്കിലും സോണിൽ കയറാൻ കഴിയുമെന്നായിരുന്നു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ അടിച്ച് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ക്രീഡ് ജോക്കർ അവിടെ MRGയുടെ ഒരു പ്ലെയറിനെ നോക്ക് ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. MRG ക്രീഡ് ജോക്കറിന്റെ ഒക്കെ ആയിരുന്നു അവിടെ നോക്ക്. ഓക്കെ ക്രീഡ് ജോക്കറിന്റെ പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു ഓരോ ടീമിനെ കയറി ഫൈറ്റ് ചെയ്ത് വൈപ്പ് ചെയ്യാണ് ഗൈസ്. സോ ദാറ്റ് വാസ് പൊളി. ലോങ് റേഞ്ചിൽ നിന്ന് MRGയുടെ ഒരു പ്ലെയറിനെയാണ് നമ്മുടെ ക്രീഡ് കൂടി നോക്കൗട്ട് ആക്കിയത്. ഓക്കെ MRG ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം വെഹിക്കിളാണ്, സപ്പോർട്ടിനായിട്ട് വരുമെന്ന് തന്നെ കരുതാം. സോ ടോട്ടൽ ടീം കിൽസ് എനിക്കൊന്ന് ക്രീഡിന് ഇപ്പോൾ തന്നെ 7 ആയിട്ടുണ്ട്. ഇവിടെ നോക്കൗട്ട് ആയ പ്ലെയറിനെ ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നു. സോൺ ട്രാൻസിഷൻ ആൻഡ് ലെറ്റ്സ് ഗോ ഇൻ ടു ദ സോൺ. നമുക്ക് ഓക്കെ ഇപ്പോൾ ഇനി ക്ലോസ് റേഞ്ചിൽ MRGയുടെ പ്ലേയേഴ്സ് എല്ലാം സോണിനായിട്ടുണ്ട്. MRG ആ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല നമുക്ക്. അതുപോലെ കേരള എലൈറ്റ്സും മറ്റൊരു ടീമും തമ്മിൽ ക്ലോസ് റേഞ്ചിൽ ആയിട്ടുണ്ടായിരുന്നു. വന്ന് കയറിയിട്ടുണ്ട്. ആരീസിന്റെ പ്ലേയേഴ്സ് വന്ന് കയറിയിട്ടുണ്ട്. ദാറ്റ്സ് എ പുഷ്. KR ക്രിസ്റ്റി സ്റ്റാൻഡിംഗ് ആണ്. ഏരീസിന്റെ പീനിന്റെ വക അടിപൊളി സ്പ്രേ. KEയുടെ വക നല്ല സപ്പോർട്ട് ഫയറും ഉണ്ടായിരുന്നു. ഓക്കെ കേരള എലൈറ്റ്സ് ഓക്കെ നേരെ കയറുന്നു, പുഷ് ചെയ്യുന്നു. കേരള എലൈറ്റ്സിന്റെ ആരീസിന്റെ 2 പ്ലേയേഴ്സിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആരീസ് അർജുൻ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ ആരീസിൽ ഒരു പ്ലെയർ വൈപ്ഡ് ആണ്, ഒരു പ്ലെയർ നോക്ക്ഡ് ആണ്. K കൊളോണലിനെ കൂടെ നോക്കൗട്ട് ആയിട്ടുണ്ട്. സോ ദാറ്റ് വാസ് പ്യൂർലി വൈപ്പ്. തൊട്ടടുത്ത് നമ്മുടെ ടീം നമ്പർ 7 തേർഡ് പാർട്ടിക്ക് സെറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള എലൈറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരീസിന്റെ വിഷയം കളി തൊട്ടടുത്തോട് പുഷ് ചെയ്യുമെന്ന് കരുതാം ഗൈസ്. ഓക്കെ പുഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നോവയുടെ പ്ലേയേഴ്സ്. നോവ ഇതുവരെ 0 കിൽസ് ആണ്. മോന് മാക്സിമം അവര് ഗില്ലി പ്ലേയേഴ്സ് ആണ്. കാരണം അവര് മാക്സിമം ഡ്രോപ്പ് എല്ലാം എടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ഫ്ലെയർ ഡ്രോപ്സ്. സോ നോവയുടെ പ്ലേയേഴ്സ് ആരീസിന്റെ അർജുന്റെ ലോങ് റേഞ്ചിൽ നിന്ന് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആരീസിന്റെ പ്ലേയേഴ്സ് എല്ലാ സൈഡിൽ നിന്നും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ വിഷയം വാമ്പിയർ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ. ആരീസിന്റെ പ്ലേയർ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആരീസിന്റെ പ്ലേയേഴ്സ് ഗൈസ് there is an opinion by നോവ വാമ്പിയറിന്റെ അടിപൊളി ഒരു നേടില്ല. അവിടെ ആരീസിന്റെ ടീം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആയിട്ടുണ്ട്. ഓക്കെ MRG ബീസ്റ്റിന്റെ ഫൈറ്റ് നടക്കുന്നുണ്ട്. MRG ബീസ്റ്റ്. ഓക്കെ MRG ബീസ്റ്റിനെ കൂടെ വൈപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ MRG ഇൻസൈഡ്. നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ മിസ്സായി പോയ ഫൈറ്റ്. സോറി ഗൈസ്. ബാക്കിയുള്ള ഫൈറ്റുകളിലേക്ക് നമുക്ക് സോൺ ട്രാൻസിഷൻ വീണ്ടും കുറച്ച് സൗത്ത് വെസ്റ്റ് ആയിട്ട് നമുക്ക് സോൺ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ സോണിലെ ടീമുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. സോ ലോങ് റേഞ്ചിൽ നിന്ന് മാൻ്റെ പ്ലേയേഴ്സ് ഒക്കെ ഫൈറ്റ് എങ്ങനെ നോക്കാം. ഓക്കെ മായറിന്റെ പ്ലേയേഴ്സ് എല്ലാം പാവടൊക്കെയാണ്. സ്പെക്സിയം ബ്രോ ഓക്കെ അത് കണ്ടാണ്. Let's see what will happen next. നമ്മുടെ ഫൈറ്റ്സിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ സോൺ ട്രാൻസിഷൻ വന്ന് സോൺ കുറച്ചും കൂടെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. As you can see. So got to Sam Ad Agent Creed. ഓക്കെ നമുക്കിപ്പോൾ 9 ടീംസ് ആണ് സർവൈവിംഗ് ആയിട്ടുള്ള MRDയുടെ പ്ലേയേഴ്സിനെ. ക്രീഡ് ജോക്കർ സ്കോപ്പിന്റെ ആണ് 3x 6x 3x ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്രീഡ് ജോക്കറിന്റെ ഒക്കെ അടിപൊളി കളി.
ക്രീഡ് ജോക്കറിന്റെ ടീം, ക്രീഡിന്റെ ടീം അടിപൊളി ഗെയിം പ്ലേ ആയിരുന്നു. സോ ടീം നമ്പർ 9 തൊട്ടടുത്തുണ്ട്. TGX നൈറ്റ് ഗോ. TGXന്റെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ TGXന്റെ എല്ലാ പ്ലേയേഴ്സും വെഹിക്കിളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് സ്പോട്ട് കണ്ടെത്തി കറക്റ്റ് കയറി ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്ലേയേഴ്സ് ആണ്. സോ ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് KWന്റെ പ്ലേയേഴ്സ് ഒരു സൈഡ് ഉണ്ട്. ഓക്കെ, TGXന്റെ പ്ലേയേഴ്സ് മോനെ ഈ വണ്ടി ഇത്രയും സ്പീഡിൽ പോകുന്ന എനിക്ക് ഇന്നായിരുന്നു ഒരു അറിവ്. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്ലേയേഴ്സ്. അത് നിങ്ങൾ എല്ലാവരും ലൈവിൽ കണ്ടിട്ടുണ്ടാവും. ഈ വെഹിക്കിൾ ഇത്രയും സ്പീഡിൽ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ദാറ്റ് വാസ് OP. ഇവിടെ ഒരു ഡ്രോപ്പ് കണ്ടുണ്ട്. ഡ്രോപ്പ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഇസ് എംപ്റ്റി ആൻഡ് ഡ്രോപ്പ് എടുത്ത ടീമുകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ KW ആണെന്ന് തന്നെ കരുതപ്പെടാം. തൊട്ട് പിന്നിലുള്ളത് ഫാൽക്കൺ. ഓക്കെ, മാഡ് ഏജന്റ് ഈസ് നോക്ക് ഔട്ട്. ഫാൽക്കൺ മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് 2 പ്ലേയേഴ്സ് മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു. സോ സപ്പോർട്ടിനായിട്ട് നമ്മുടെ മാഡ് ഏജന്റ് പ്ലെയർ ചെയ്യുന്നുണ്ട്. അവർ എന്തായാലും റിക്കവർ ആവാനുള്ള ടൈം ഉണ്ട്. ഓക്കെ, അവിടെ ഒരു പക്ഷെ MRD ടേബിൾ നേരെ കയറി ഫോക്സ്നൈറ്റിന്റെ പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ 3 ടീമുകളാണ് ഇപ്പോൾ ഫൈറ്റിലുള്ളത്. CM, MRD, അതുപോലെ തന്നെ MRD ഇൻസെന്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദിസ് കൺട്രി? MRDയുടെ പ്ലേയേഴ്സ് ഇവിടെ ഒരു വീട് ക്യാമ്പ് ചെയ്യുന്നു. CMന്റെ പ്ലേയേഴ്സ് എനിക്കൊന്ന് കയറി വരുന്നു. CM ബ്ലഫിന് അവിടെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. ബ്ലഫിൻ സ്മോക്ക് ഇട്ട് കവർ ചെയ്യുന്നുണ്ട്. ബ്ലഫിൻ വിൽ ബി വൈപ്ഡ്. ഓക്കെ, സ്മോക്ക് ഇട്ട് അടിപൊളി സപ്പോർട്ട് CMന്റെ പ്ലേയേഴ്സ്. ഓക്കെ, എന്നിട്ട് പോലും വൈപ്പ് ആയിട്ടുണ്ട്. ഫോക്സ്നൈറ്റ് ഇവിടെ തേർഡ് പാർട്ടി അടിക്കാൻ സെറ്റ് ആയിട്ട് ഫോക്സ്നൈറ്റ് ഡാൻ ഇവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് നോബഡി വിൽ സീ. ഓക്കെ, നല്ല അടിപൊളി സ്പ്രേ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോട്ടിന്റെ വക. സോ നേരെ പുഷ് ചെയ്യുന്നു. MRD ലെജൻഡിനെ നോക്കൗട്ട് ആക്കിയെങ്കിൽ പോലും CM നിക് 47 മാത്രമേ സ്റ്റാൻഡിങ്ങുള്ളൂ. സോ ഒരു നോക്ക് എടുത്ത് അവിടെ നോക്കൗട്ട് ആയിരിക്കുകയാണ് നമ്മുടെ സാൻഡ, GOT സാൻഡ. സോ ഫോക്സ്നൈറ്റിന്റെ പിള്ളേർ ഇപ്പോൾ തേർഡ് പാർട്ടി കളിക്കണം. നമുക്ക് റൊട്ടേഷൻ ഒക്കെ ജസ്റ്റ് നോക്കാം. CMന്റെ പ്ലെയർ പുഷ് ചെയ്യുന്നു. FNX4 കയറി അടിക്കുന്നു ഗൈസ്. FNX4ന്റെ വക വിഷയം കളി. FNX4 സൈക്കോ. ഓ കമോൺ, സൈക്കോ നോക്ക് ഔട്ട് ആണ്. FNX4 അസാസിൻ എല്ലാവരും. ഓക്കെ, ഫോക്സ്നൈറ്റ് ഡാൻ പുകയ്ക്കകത്ത് നിന്ന് ഫൈറ്റ് എടുക്കുകയാണ്. MRD ഇൻസേനയും കൂടെ. ഓക്കെ, MRDയുടെ പ്ലേയേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആയിട്ടുണ്ട്. ടോട്ടൽ 17 ആണ് ഫോക്സ്നൈറ്റ് സൈക്കോ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, that was an OP wipe by CM, തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നതാണ്. സോ ഫോക്സ്നൈറ്റിന്റെ അസാസിൻ അവിടെ ടോപ്പിലുണ്ട്. CMന്റെ പ്ലെയർ എനിക്ക് തോന്നുന്നു സോണിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോക്സ്നൈറ്റിന്റെ പ്ലെയറിന് എനിക്ക് തോന്നുന്നു അടിപൊളി സ്പ്രേ കൊടുക്കുന്നുണ്ട് CMന്റെ പ്ലെയറിന്. പക്ഷെ ഫോക്സ്നൈറ്റ് ഡാനെ റിക്കവർ ആക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. നോവയുടെ പ്ലേയേഴ്സ് അതുപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. CMന്റെ പ്ലേയേഴ്സിനെ വൈപ്പ് ആക്കാൻ മാക്സിമം നോവയുടെ പ്ലേയേഴ്സ് ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ലൈഫാണ് പ്രശ്നം മോനെ. ഇപ്പൊ കുറെ ടീമുകൾ സോൺ ഔട്ട് തന്നെ ആവും. ജസ്റ്റ് തൊട്ട് മുന്നേ നോക്കൗട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്ലെയർ. as you can see എല്ലാവരും സോണിലാണ്. മാക്സിമം സോണിന് വെളിയിൽ ഫൈറ്റ് എടുത്ത എല്ലാ പ്ലേയേഴ്സും ടീം നമ്പർ 17ന്റെ പ്ലേയേഴ്സ് എല്ലാം തന്നെ വൈപ്പ് ആവാൻ നമുക്ക് ലൈവിൽ കാണാം. സോ വൈപ്പ് ആവാത്തവരെയൊക്കെ CMന്റെ പ്ലെയർ വൈപ്പ് ചെയ്യും. സോ നമുക്ക് മക്കളുടെ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് മോനെ. സോ ഇനി എല്ലാ ടീമുകളും ക്ലോസ് കോമ്പാക്ട് ആണ്. TGX അതുപോലെ KW ഒരുപാട് ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് TGX ഗാംബിറ്റ്സിന്റെ ഫൈറ്റിലേക്ക് പോകാം. ഗാംബിറ്റ്സ് ആരോടാണ് ഫൈറ്റ് എടുക്കുന്നത്? ഓക്കെ, TGX ഗ്രൂപ്പ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ടീം നമ്പർ 22 KW വേഴ്സസ് TGX ആണ് ഫൈറ്റ് നടക്കുന്നത്. TGXന്റെ പ്ലേയേഴ്സിന് നല്ല ഡാമേജ് ചെയ്യുന്നുണ്ട്. CM നിക്സോ ഒരു സൈഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. സോ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. 2 പ്ലേയേഴ്സ്. TGXന്റെ ഒരു പ്ലെയർ നോക്ക് ഔട്ട് ആണ്. ആരും പുഷ് ചെയ്യുന്നില്ല. എല്ലാവരും അവരുടെ ലൊക്കേഷൻ തന്നെ ഹോൾഡ് ചെയ്ത് ഫൈറ്റ് എടുക്കുകയാണ്. As you can see, total 6 teams in one frame. Nemesis attacks. Okay, the lone survivors 3 lone players അതുപോലെ തന്നെ 3 ടീമുകൾ. ഒരു സ്ക്വാഡ്, 2 സ്ക്വാഡും ഒരു ഡ്യൂവും അതുപോലെ 3 സോളോ പ്ലേയേഴ്സും. That would be massive എന്ന് തന്നെ കരുതാം. സോ ഈ സ്ട്രീം കാണുന്നവർ ഈ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന CMന്റെ പ്ലേയേഴ്സ് ആണ്. ടോട്ടൽ 8 kills. തൊട്ട് പിന്നാലെ 7 kills ആയിട്ട് ക്രീഡിന്റെ പ്ലേയേഴ്സ് ഉണ്ട്. തൊട്ട് പിന്നാലെ MRDയുടെ പ്ലേയേഴ്സ് 24 points, FNX4 20 points, Basement Legends 20 points, Kerala Elites 15 points, Decepticons 10 points, D3AD 10 points, FNX4 5 points, Titan 5 points. So KW ക്രീഡിന്റെ പ്ലേയേഴ്സ് എനിക്കൊന്ന് സോൺ വരുന്നുണ്ട്. അപ്പോൾ സോണിനാവാനായിട്ട് പോവുകയാണ്. നെമസിസ് ട്രാക്സ് അവിടെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ക്രീഡിന്റെ ഒരു പ്ലെയറിനെയാണ് നോക്ക് ഔട്ട് എടുത്തിട്ടുള്ളത്. നെമസിസ് ട്രാക്സ് സോളോ പ്ലെയർ. സോ നെമസിസ് ട്രാക്സ് വേഴ്സസ് ഒരു ഫൈറ്റ്. ക്രീഡിന്റെ ജോക്കറുമായിട്ട് ഒരു ഫൈറ്റ്. ഓക്കെ, കയറുമ്പോൾ കുടിക്കുന്നു. താഴെ കടന്നിട്ട് പോലും ക്രീഡിന്റെ ജോക്കർ അവിടെ നെമസിസ് ട്രാക്സിന് വൈപ്പ് ചെയ്തു. ദാറ്റ് വാസ് ഓക്കെ. TGX നൈറ്റ് ഗോഡിന്റെ 2 പ്ലേയേഴ്സ് നോക്ക് ഔട്ട് ആണ്. ഓക്കെ, TGX സ്റ്റാർസ് അതുപോലെ തന്നെ TGX ഗ്രൂപ്പ്സ് ആണ് സപ്പോർട്ട് നിൽക്കുന്നത്. അവിടെ KWന്റെ എല്ലാ പ്ലേയേഴ്സും തന്നെ നല്ല ഡാമേജ് വാങ്ങിച്ചിട്ടുണ്ട്.
KW players and the Polan zone like survey with you and the Nova Command outer fight. Nova Comrade outer Opino Nova Comrade survey the kind of players in LMIP and revenge can KW Warmonger YP or set a plan like Nova Comrade. Okay, other opinion, Nova Comrade I hope will be wiped. Sorry. Pipe Dago in the Caribbean survey with the zonal care in the fight. Fight the team in a YP, KWS, that was massive. So, total 3 teams are standing. Adil total LA battle 4 players. 4 players. Tino Bachan, TGX route up total. I hope. TGX 2 players. Nomrad, Noel 2 player. CM Nix 7 Madravana. So, total kills 5 kills at Nova and the 2 in 0 kills at TGX last zone reserve. CM is master gamer. 9 kills at our team total 9 kills at CM in the players. So let's begin the final battle of Dark Vengeance Gaming Communities. The ultimate scrims in the Avasana moment. Avasana the moon team match are perfectly covered. Nova Comrades. TGX in the Gambits in our Gardibol is playing. As you can see, CM Nix 7 3 pushy the so TGX start in the long range in the knockout CM Nix 7 heal I got okay, TGX group 2 3 solo players or solo match in ending boy under okay, TGX group to sporty that was a vibe. Apple in CM versus TGX the Gambits versus Nix S7 spotted and sprayed. Okay, TGX group wipe CM and the dinner okay, I kills our 11 kills under so in the dinner the team CM and TGX group as well TGX stacks TGX snipe god on the second position security the Gambits are 3rd position security no better line but 4th position security in the KW in the place and 5th position security the Creed in the place and 6th position security Nemesis in the place on 7th position security the Fox Knight in the place and 9th position security the MRD in the place and 9th position security the Man in the place and 10th position security the MRG in the place and 11th position security in the Aris or Rest and 20th position security in the Kerala Elites and 13th position security in the P1 place and 14th position security in the FNX4 and 15th position security in the Titan in the place and 16th position security in the D3 അല്ലെങ്കിൽ Deadpool ആണ് 17th position secure ചെയ്തിരിക്കുന്നത് നമ്മുടെ Decepticons ആണ് so that is an OP match OP ending അടിപൊളി ending ആയിരുന്നു so നമ്മുടെ point table നോക്കിയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് you will be confused ക്രീഡിനും അതുപോലെ തന്നെ CM-നുമാണ് top kill points. രണ്ട് ടീമിന് 11 points ഉണ്ട്. തൊട്ടു പിന്നാലെ MRD ഉണ്ട് 25 and 25 ഷെയർ ചെയ്തുകൊണ്ട് നോവ ആൻഡ് MRD. So Basement Legends 25 points. ഒക്കെ മൂന്ന് ടീമിന് സെയിം points ആണ്. തൊട്ടു പിന്നാലെ Fox Knightന്റെ പ്ലെയർ 20 points 4 kills ആയിട്ടുണ്ട് കേരള എലൈറ്റ്സ് 15 അതായത് 3 kills KW 2 kills Decepticons 2 kills D3AD 2 kills TGX 2 kills അതുപോലെ തന്നെ ബാക്കിയുള്ള ടീമുകൾ can see TGX 2 kills ആയിരുന്നു okay 1 kill TGX MRG TGX 1 kill FNX4 1 kill Titan 1 kill ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഒക്കെ okay you can see as you go അപ്പോൾ നമ്മുടെ the ultimate scrims in the last group qualifier group B യുടെ last ending it was an OP അപ്പോൾ നമ്മുടെ next qualifiers group C യുടെയും group D യുടെയും നാളെ 10 മണിക്കും 11 മണിക്കും ഉണ്ടാവും so this stream keep on liking, subscribing and commenting on our channel. Thank you for your support and loves. So WMD Ironhead is signing off and you can see the live point updates soon. Once upon a time, they were my best friends. How I wished they weren't just lifeless plastic toys so I could be one of them and fight like the heroes they are. Since then, I've been constantly searching for what could transform an ordinary person into a hero. To wear something that will change a person from a nobody to a somebody. Finally, I devised toy mastery and created armor with a more playful spirit. Some of them are perfect for smashing into the enemy ranks and overpowering them even when outnumbered. Some will grant enhanced marksmanship, bestowing the ability to take down enemies from an incredible distance.
while others grant extremely sharp senses to glimpse right into the heart of the enemy and lead the entire team to victory. And I, of course, am fully prepared for any situation on the battlefield. For us, it's but a toy playground. Double your pleasure, double the gun. Our latest addition to the Battlegrounds cache of weapons is a double-barreled pump-action DBS shotgun, now landing in care packages on all maps. This bolt-up style shotgun can hold up to 14 12-gauge rounds, giving it all the ammo it needs to melt the armor off your enemies in huge bursts of damage. The double-barrel pump action will burn through rounds quickly, so make sure you prepare for its long reload time. Keep it loaded and at the ready for close quarters combat situations you want to end quickly and efficiently. Enemies that find their way into your sights will be greeted with up to 234 damage per shot, depending on how many pellets hit. And at around 2 shots per second, they'll be wishing they kept their distance. While without any other attachment slots, the DBS can accept optics below the 8x scope. But with an effective range of only 100 meters, you wouldn't get much use out of those anyway. That sweet victory is calling your name, so be prepared for the claustrophobic combat of the final circles by snatching up the DBS from a care package near you. Or poach it from another player unlucky enough to fall into your path. They probably would have died to the zone anyway. The DBS is on the Battlegrounds now, so go get pumped.